ക്രിസ്തുവിൻ്റെ ന്യായം വെളിപ്പെടേണ്ടതാകുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഒരാഴ്ച കൂടെ ഈ ഭൂമുഖത്ത് ജീവിക്കുവാനായിട്ട് ഭാഗ്യം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ ഉള്ളംകൈയിൽ ഞങ്ങളെ വഹിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദി കരേറ്റുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് അവിടുത്തെ കൃപാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ. ആ ഒരു ഭയത്തോടെ മുന്നോട്ട് ജീവിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുവാനുള്ളവരെയൊക്കെ കൂട്ടിവരുത്തണമേ. എല്ലാത്തിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഇപ്പോൾ മറിയാമ്മ ഓപ്പണിംഗ് പ്രെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്വപിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട്, ഉച്ചയുടെ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് നിന്റെ സന്നിധി കൂടി വരുവാൻ നീക്ക് സഹായിച്ചു നന്ദിയുടെ സ്തോത്രം കർത്താവേ, സ്തോത്രം. ഈ വർഷത്തിൻ്റെ 2ാമത്തെ മീറ്റിംഗ് ആണല്ലോ. അപ്പച്ചൻ്റെ സാന്നിധ്യം വാസ്തവമായി അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഇന്നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാവിലെ മുതൽ ഈ സമയം വരെ നിങ്ങളെ കാത്തല്ലോ, പരിപാലിച്ചല്ലോ, നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഒരാപത്വനത്വം വരുത്താതെ ഞങ്ങളെ കരുതി ഓർത്ത് നന്ദിയുടെ സ്തോത്രം കർത്താവേ. ധാരാളം ആളുകൾ നിന്നെ ദേവാലയത്തിൽ പോയി നിന്നെ ആരാധിച്ചല്ലോ, നിന്നെ മഹത്വപ്പെടുത്തിയല്ലോ കർത്താവേ. വീണ്ടും അടിയങ്ങൾക്ക് കർത്താവേ നിന്റെ സന്നിധിയിൽ അല്പസമയം ഇരുപ്പാന്, നിന്നെ പാടുവാന്, പ്രാർത്ഥിപ്പാന് കർത്താവേ, വചനം കേൾക്കുവാനെല്ലാം നീയൊക്കെ തരുന്ന സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ദൈവമേ, നിന്റെ സന്നിധിയിരിക്കുന്ന ഒരു നിമിഷം മറ്റനേക നിമിഷങ്ങളേക്കാൾ ഉത്തരമെന്ന് മനസ്സിലാക്കി തന്ന കർത്താവേ, ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങളൊന്നും ഞങ്ങൾ വൃഥാവാക്കി കളയാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവേ, ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നുപോയ എല്ലാ കുറവുകളും ഞങ്ങൾ ഏറ്റു പറഞ്ഞല്ലോ. വീണ്ടും നിന്റെ സന്നിധി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു കർത്താവേ. കൂടുതൽ വിനയത്തോടെ, കൂടുതൽ സമർപ്പണത്തോടെ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ നീയൊക്കെ ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്നത്തെ മീറ്റിങ്ങിനെ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. മീറ്റിങ്ങിന്റെ ആദ്യ അവസാനം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന മക്കളെ നിന്റെ കരങ്ങളിലേക്ക് വയ്ക്കുന്നു കർത്താവേ. ദൈവമേ, യാത്രയിലായിരിക്കുന്ന മക്കളെ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ആരും മടിച്ചിരിക്കാതെ അല്പസമയം നിന്റെ സന്നിധി ഇരുന്ന് കർത്താവേ നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവമേ ഓരോരുത്തരുടെ ഓരോ മനസ്സുമായിട്ട് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടക്കുന്ന ഓരോ ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഓരോ മക്കളെയും നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവേ, മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദൈവമേ, സങ്കീർത്തനം ധ്യാനിക്കുന്ന സ്മൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിർത്തിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പച്ച പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുറെ നിന്റെ കരങ്ങളിലേക്ക് വെക്കുന്നു കർത്താവേ. പാട്ടുപാടി നിന്നെ ആരാധിപ്പാന്, അവരോട് ചേർന്ന് ഞങ്ങൾക്കും പാട്ടുപാടി നിന്നെ ആരാധിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളാരും കഴിവുള്ളവരല്ല, എന്നാലേ ദൈവമേ നീ ഞങ്ങളെ കഴിവുള്ളവരാക്കി തീർത്തിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, സൂം കൈകാര്യം ചെയ്യുന്ന മക്കളെ നിന്റെ കരങ്ങളിലേക്ക് വയ്ക്കുന്നു. അവരോടൊപ്പം കൂടിയിരിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇന്ന് നടത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തുതിക്കുന്നു. ദാവായ ദൈവമേ, ഞങ്ങളുടെ ഭാഷ്യം പറഞ്ഞ ഒരു പ്രാവശ്യം കൂടി അപ്പച്ചൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു കർത്താവേ. നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബേക്കുട്ടി ബ്രദറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രാവേ, ബ്രദറിനെയും പൊന്നമ്മയും ദൈവമേ അവിടുന്ന് കാക്കുന്നല്ലോ, ഇത്രത്തോളം നടത്തുന്നല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് സൂമിലായിരിക്കുന്ന എല്ലാ മക്കളെയും അപ്പച്ചൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു കർത്താവേ. അവർക്ക് കർത്താവേ ദൈവമേ വന്നത് നന്നായി എന്ന് പറയുവാൻ തക്കണം ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിസരത്തെ കർത്താവേ അവിടുന്ന് മുദ്രയിട്ട് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് കർത്താവേ ഈ
റൂം കർത്താവേ ദൈവമേ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ നടപ്പിക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർ കൊടുത്തിരിക്കുന്ന നല്ല മനസ്സിനായിട്ടൊക്കെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വാർക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ അപ്പച്ചനെ കർത്താവേ ദൈവമേ അപ്പച്ചനെ വാഴ്ത്തി പുകഴ്ത്തുവാനുള്ള വലിയ അവകാശം തന്നിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാ വിഷയങ്ങളും അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ആദ്യവസാന അപ്പച്ചൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കൃപയും ഞങ്ങളെ എല്ലാവരെയും പരിപാലിച്ചു കൊള്ളണമേ. ആവശ്യങ്ങളിരിക്കുന്നത് ആവശ്യങ്ങളെ അവിടെ നിന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവജനമേ ഹല്ലേലൂയ. നമ്മൾക്കൊരു ഗാനം പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്ക് മതി. കണ്ണു കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, മനുഷ്യ ഹൃദയങ്ങൾക്ക് അതീതമായ വഴികളിലൂടെ നമ്മളെ നടത്തുന്ന നാഥ. Praise the Lord. ഈ 2025 Hallelujah. ആദ്യ മാസം 2ാമത്തെ ആഴ്ചയിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ കൂട്ടിവരുത്തി. ആമേൻ. ഓ, ഇതുവരെ നടത്തിയ ഒരു നാഥൻ, Amen. അവന്റെ കൃപയുടെ കീഴിൽ നമ്മളെ പൊതിഞ്ഞൊരു നാഥൻ. Hallelujah. എന്റെ ദൈവമേ ഹല്ലേലൂയ. ആയുസ് ഹല്ലേലൂയ എത്രത്തോളം നീ തന്നു. ഒരു വർഷം കൂടി കാണുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങളിൽ ഒരു കർത്താവ് യോഗ്യതയില്ല. ഞങ്ങളുടെ കുറവോർക്കാതെ ഇന്നുവരെ നടത്തിയ നാഥ. Amen. ഓ, മനുഷ്യന്റെ ഹൃദയത്തിന് അതീതമായി നീ ഞങ്ങളെ പുലർത്തുമ്പോൾ ഹല്ലേലൂയ എത്ര സ്തുതിച്ചാ മതിയാവും. Hallelujah. ഈ ഹാളിലും ഈ ശബ്ദപരിധിക്കും ഉള്ളിൽ നിൽക്കുന്ന എന്റെ സഹോദരങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ Praise the Lord. എത്ര സ്തുതിച്ചാൽ മതിയാവും. Amen. ഈ പൊന്നപ്പച്ചൻ ഹല്ലേലൂയ നമ്മുടെ രോഗത്തിന്റെ മധ്യത്തില്, Hallelujah. നമ്മുടെ സാമ്പത്തിക പ്രശ്നത്തിന്റെ മധ്യത്തില്, Amen. നമ്മുടെ ജോലിയുടെ മധ്യത്തില്, രോഗത്തില് ഹല്ലേലൂയ നടത്തിയ വഴികൾ എത്ര അതീതമാണ്. ഹല്ലേലൂയ. Praise the Lord. ഒന്ന് ഹല്ലേലൂയ സ്തോത്രം പറയാൻ പറ്റുമോ? ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? Hallelujah. എന്റെ യേശുവേ, സ്തോത്രം. നീ നടത്തിയപ്പാ, ഇന്നോളം ഞങ്ങളെ നടത്തി നാഥ. Hallelujah. ഹല്ലേലൂയ. Praise the നമുക്ക് Lord. ഒരുമിച്ച് പാടാം, ഒരുമിച്ച് പാടാം. ഇതിന്റെ രാഗമോ താളമോ ഒന്നുമല്ല, മറിച്ച് ഇതിന്റെ ഓരോ വരികളും നമ്മൾ തന്നെ സംസാരിക്കട്ടെ. ഒരുമിച്ച് പാടാം. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എന്നും എനിക്ക് മതി. Amen. കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത മനുഷ്യ ഹൃദയങ്ങൾ കഠിനമായ വഴികളിൽ നടത്തുന്ന നാഥാ, തിരുകൃപ മാത്രം എനിക്ക് മതി. കണ്ണു കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത മനുഷ്യ ഹൃദയങ്ങൾ കഠിനമായ വഴികളിൽ നടത്തുന്ന നാഥാ, തിരുകൃപ മാത്രം എനിക്ക് മതി. ഇന്നോളം എന്നെ നടത്തിയ നാഥാ, തിരുകൃപ എന്നും എനിക്ക് മതി. ഇന്നോളം എന്നെ നടത്തിയ നാഥാ, തിരുകൃപ എന്നും എനിക്ക് മതി. പ്രതികൂല കാറ്റുകൾ ഉയർന്നിടുമ്പോ ജീവിത നൗകയുടങ്ങിടാതെ, പ്രതികൂല കാറ്റുകൾ ഉയർന്നിടുമ്പോ ജീവിത നൗകയുടങ്ങിടാതെ, അചഞ്ചല വിശ്വാസം നൽകിടണേ. കൃപയിൽ കരുണയ കാത്തിടണേ. അചഞ്ചല വിശ്വാസം നൽകിടണേ. കൃപയിൽ
പ്രൈസ് ദി ലോർഡ്. 47-ാം സങ്കീർത്തനം. സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു, ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചുകൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 47-ാം സങ്കീർത്തനം നമ്മൾ നോക്കുവാണെങ്കിൽ 46-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അല്ല, അത് വേറെ ഒരു സങ്കീർത്തനം തന്നെയാണ്, എങ്കിലും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 46-ൻ്റെ ലാസ്റ്റിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ പറയുന്ന മിണ്ടാതിരുന്ന് ഞാൻ, 10-ാമത്തെ വാക്യം 46-ൻ്റെ 10, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതൻ ആകും, ഞാൻ ഭൂമിയിൽ ഉന്നതൻ ആകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അപ്പം ജാതികളുടെ ഇടയിൽ രാജാവായി ഭരിക്കാൻ പോകുന്ന ഒരു ദൈവത്തെയാണ് യഹോവയെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു ആഹ്വാനമാണ്, ഒരു ഇൻവിറ്റേഷനാണ്. 47-ാം സങ്കീർത്തനം ഒരു ഇൻവിറ്റേഷനാണ്. ആരോടുള്ള ഇൻവിറ്റേഷനാണ്? സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. എന്തിനാണ് ഈ കൈകൊട്ടുന്നതും ദൈവത്തെ ആരാധിക്കുന്നു? എന്തിനാണ്? അതിനകത്ത് എഴുതിയിരിക്കുന്ന ഉത്തരം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ആക്ച്വലി ഈ റെസ്റ്റ് ഓഫ് ദ സാംസ് ഇതിൻ്റെ ഉത്തരം തന്നെയാണ്. നമുക്ക് ഓരോ വാക്യമായിട്ട് നോക്കാം. എന്തുകൊണ്ടെന്നാൽ അത്യുന്നതനായ യഹോവ ഭയങ്കരൻ. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ബിക്കോസ് ഹീ ഈസ് ഓസം. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, ആ ഗോഡ് ഇസ് എൻ ഓസം ഗോഡ്, അല്ലേ? ഭയങ്കരനായ ദൈവമാണ്. ഭയങ്കരനായ ദൈവം, അവൻ ഓസമാണ്. അവനെ ഘോഷിക്കാതിരിക്കുവാൻ, സ്തുതിക്കാതിരിക്കുവാൻ പൂഴികളായ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അതിനുവേണ്ടി മാത്രമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നു, എന്തുകൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം എന്നുള്ളത്. 3-ാമത്തെ വാക്യത്തിൽ 7-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, അവൻ രാജാവായി വരുന്നു, അതുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന് നമ്മൾ കാണുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിന് അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു. ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം അവരെങ്ങനെയാണ് ആ ഭൂമിയിലേക്ക് വന്നു കയറിയത്. അവർക്ക് അനേക ജാതികളെ കീഴാക്കിയിട്ടാണ് ദൈവം അവർക്ക് വേണ്ടി ആ ഭൂമിയെ തിരഞ്ഞെടുത്ത് കൊടുത്തത്. സങ്കീർത്തനം 20-7 പറയുന്നത് പോലെ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലുമാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ എവിടെ ആശ്രയിക്കുന്നതെന്നറിയാം? യഹോവയിലല്ല, യഹോവയുടെ നാമത്തിൽ. നമുക്ക് വേറൊന്നും വേണ്ട, യഹോവയുടെ നാമം മതി. സങ്കീർത്തനം 20:7 എടുത്ത് നോക്കിയാൽ അവിടെ എഴുതിയിട്ടുണ്ട്, ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കും, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇത്രയും മാത്രം ചെയ്താൽ മതി. അതാണ് ജെറിക്കോ വാൾ വീഴുന്നത് നമ്മൾ കണ്ടേ. വെറും കീർത്തിച്ചത് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ നമ്മുടെ വർഷിപ്പൊക്കെ നടക്കുന്നത്. ഈ ആരാധന മധ്യയിൽ എന്ത് നടക്കുന്നു? അനേക വിടുതലുകൾ നടക്കുന്നു. അപ്പോൾ ആ വിടുതലുകൾ പോലെ തന്നെയാണ് ഇസ്രായേലിന് ജാതികളെ യഹോവ, അവർ മുന്നോട്ട് ചെല്ലുന്തോറും ഓരോ ജാതികളെ യഹോവ മാറ്റി ഉന്മൂല നാശമാക്കി കൊടുത്തത്. 4-ാമത്തെ വാക്യം പറയുന്നത്, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു. ചുമ്മാ നിങ്ങൾ ആ വഴി പോകുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറിക്കോ എന്നല്ല യഹോവ പറഞ്ഞു. അവരെ തിരഞ്ഞെടുത്ത് കൊടുത്തു.
If you look at the geography of Israel, the crescent, അതിന് പറയുന്ന ഫെർട്ടൈൽ ക്രെസൻറ്റ് എന്നാണ്. വളരെ വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു ഗൈഡ് പറഞ്ഞത്, ഒരു സീഡ് ചുമ്മാ കൊണ്ടുവന്ന് അവിടെ ഇട്ടാൽ ആ സെയിം സീഡ്, സെയിം ക്വാളിറ്റി, സെയിം ഇനത്തിലുള്ള സീഡ് കേരളത്തിലും ഒന്ന് ഇസ്രായേലിലും കൊണ്ടിട്ടാൽ the plentiness ഉണ്ടാകുന്ന what do you call the fruitfulness ഇസ്രായേലിൽ വളരെയധികമാണ് ആസ് കമ്പയർഡ് ടു എനി അതർ പ്ലേസ് ഇൻ ദ വേൾഡ്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ തെരഞ്ഞെടുത്താണ് യഹോവ ഇസ്രായേലിനെ ഈ ദേശം കൊടുത്തിരിക്കുന്നത്. കൂടുതലൊന്നും നോക്കണ്ട, നമുക്ക് സ്നേഹമുള്ളവർ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണെങ്കിൽ ടൈം എടുത്താൽ അത് ചെയ്യുന്നല്ലേ, ചുമ്മാ നമ്മൾ പോയി മേടിച്ചു കൊടുക്കുക. അതുപോലെയാണ് യഹോവ ഇവിടെ തൻ്റെ ജനത്തിന് വേണ്ടി ഇസ്രായേലിൻ്റെ ദേശത്തെ തിരഞ്ഞെടുത്ത് ആ ഭൂമിയെ കൊടുത്തിരിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് അനേക ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ്. പക്ഷേ അത് അത്ര അങ്ങോട്ട് ശരിയല്ല. കാരണം ആരോഹണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന പദവിയിലേക്ക് പോകുന്നതിന് നമ്മൾ ആരോഹണം എന്ന് തന്നെ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പം യഹോവ ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ ഒരു ലക്ഷണമാണ്. ഇത് മുന്നമേ കോരഹപുത്രന്മാർ അത് റെവലേഷൻ ഒരു പ്രൊഫസി പോലെ പറഞ്ഞിരിക്കുക. യഹോവ വാഴുന്നു, രാജാക്കന്മാരുടെ മീതെ അവൻ വാഴുന്നു. ഈ യഹോവ രാജാവായാൽ എന്താണ് പ്രയോജനം ഭൂമിയിലെ മക്കൾക്ക്, മറ്റുള്ളവർക്ക്? ലോക രാജാക്കന്മാർക്ക് എന്ത് കൊടുക്കണം? കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ടാക്സ് കൊടുത്ത് ഇങ്ങനെ GST, മറ്റേ ടാക്സ്, ഈ ടാക്സ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? പക്ഷേ യഹോവയ്ക്ക് വേണ്ടി എന്താ കൊടുക്കേണ്ടിയേ? 6-ാമത്തെ വാക്യം വായിക്കാം. സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. രാജാവിന് സ്തുതി പാടിയാൽ മതി. സ്തുതികളിന്മേൽ വസിക്കുന്ന ഒരു യഹോവയാണ് മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, സൃഷ്ടി സകലതും ഈ യഹോവയെ സ്തുതിക്കുന്നു. സകലതും യഹോവയെ സ്തുതിക്കുന്നു. അപ്പം ഈ യഹോവയുടെ അല്ലെ ക്രിസ്തുവിൻ്റെ മിലേനിയൽ വാഴ്ച എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ച, അതിൻ്റെ ഒരു ഫോർഷാഡോ ആയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു വാക്യത്തെ കാണുന്നത്. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു, ഒരു ചാതുര്യ കീർത്തനം പാടും. വളരെ മനോഹരമായ സാം എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ വായിക്കുന്നത് മുഴുവനും സങ്കീർത്തനങ്ങളാണെങ്കിലും ഇംഗ്ലീഷിൽ അവിടെ NIV വേർഷനിൽ എഴുതിയിട്ടുണ്ട്. ചാതുര്യ കീർത്തനം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സാം. യു ഹാവ് ടു സിങ് എ സാം ടു ദ ലോർഡ്. ദൈവത്തിനെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വരുന്ന ഓരോ കാരണങ്ങളും കൊണ്ടാണ് ആദ്യത്തെ വാക്യത്തിൽ എഴുതിയിരുന്ന പോലെ എല്ലാ സർവ്വജാതികളുമായുള്ളവരെ യഹോവയെ കൈകൊട്ടി സ്തുതിക്കണം. അവനെ കൈകൊട്ടി തന്നെ സ്തുതിക്കണം. കൈയടിച്ച് പാട്ട് പാടുന്നതിൽ നമ്മുടെ ബാബു പുല്ലാടങ്കിൾ പണ്ട് ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ബാബു പുല്ലാടങ്കിളിനോട് ഡോക്ടർ പറഞ്ഞു, അധികം പ്രസംഗിക്കാനൊന്നും ഇനിയും പോകണ്ട, ഹാർട്ടിന് മറ്റേ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് കൈയുടെ ഈ ഭാഗത്ത് ഞെക്കണം, ഇവിടെ ഞെക്കണം, ഇവിടെ ഞെക്കണം, ഇവിടെ ഞെക്കണം, ഇങ്ങനെ ഓരോ ഭാഗം പറഞ്ഞ് എല്ലാത്തിനും ശരീരത്തിനകത്ത് നമുക്ക് കണക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോൾ ബാബു പുല്ലാടങ്കിൾ പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കൂടുതലായി കൈയടിച്ച് പാട്ട് പാടും. ഭയങ്കര സ്റ്റിമുലേഷനാണ് നമ്മുടെ കൈക്ക്. നമ്മൾ വളരെ ആരോഗ്യമെടുത്ത് കൈയടിച്ച് പാട്ട് പാടിയാൽ, കൈകൊട്ടി പാട്ട് പാടിയാൽ, ഈ യഹോവയെ സ്തുതിച്ചാൽ നമുക്ക് ഫിസിക്കലി നല്ല ഗുണങ്ങളുണ്ടാകും. പിന്നെ വായിക്കുന്നത്, ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. ഇന്ന് അച്ഛന് പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ബിനോയ് അച്ഛൻ പറഞ്ഞ് ത്രോണോസിനെ കുറിച്ചൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തു. സിംഹാസനത്തിലിരിക്കുന്ന ത്രോൺ, ഹി ഈസ് സീറ്റഡ് അറ്റ് ഹിസ് ത്രോൺ. ആ നമ്മുടെ ഹൃദയത്തിലാണ് ഇന്ന് ആ ത്രോൺ ഇരിക്കേണ്ടത്. ഈ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ത്രോൺ ഇട്ട് ഇരിക്കുമ്പോൾ അറിയാതെ എന്ത് വരും? വായിൽ നിന്ന് സ്തുതി വരും. അറിയാതെ എന്ത് ചെയ്യും? നമ്മൾ കൈകൊണ്ട്
കൈകൊട്ടി പാടും. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ആരാധനയിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഈ ഹൃദയത്തിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ സിംഹാസനമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അനങ്ങാപ്പാറ പോലെ നിന്നാലും മതി, കുഴപ്പമില്ല. ഓക്കെ. വംശങ്ങളുടെ പ്രഭുക്കന്മാർ, 9-ാമത്തെ വാക്യം. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ആരാ? പരിചയം എന്ന് പറയുന്നത് ഷീൽഡ്, അതായത് ഒരു രാജ്യത്തിൻ്റെ പരിച, ആ രാജ്യത്തിൻ്റെ രാജാവ് തന്നെയാണ്. അപ്പം അബ്രഹാമിൻ്റെ മക്കളോടൊപ്പം അബ്രഹാമിൻ്റെ സന്തതികൾ ആരാ? വിശ്വാസത്തിൽ നമ്മളെല്ലാവരുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കോരഹപുത്രന്മാർ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ഇസ്രായേൽ മക്കൾ മാത്രമേ ഉള്ളൂ അബ്രഹാമിൻ്റെ സന്തതികൾ, ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് എഴുതിയപ്പം. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികളോടൊപ്പം ചേർന്ന് വാണ്ട് ടു ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ഇസ്രായേൽ. അങ്ങനെ ഒരു കാലം വരുന്നുണ്ട്. ഇന്ന് അവരോട് എല്ലാവർക്കും ദേഷ്യമാണ്, എല്ലാവരും തിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെങ്കിൽ ഒരു കാലം വരുന്നുണ്ട് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന, ഇസ്രായേലിൻ്റെ പേരിനോട് ചേർത്ത് എൻ്റെ പേര് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതികളോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ആര്? വംശങ്ങളുടെ പ്രഭുക്കന്മാർ. അപ്പം ഈ യഹോവയെ, കാട്ടൊലിവായ നമ്മളെ ദൈവത്തിൻ്റെ നല്ല വംശത്തോട് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ഈ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതിനെ സ്തുതിക്കുവാൻ, അവനെ സ്തുതിക്കുക, അവനെ മഹത്വപ്പെടുത്തുക, കൈകൊട്ടി ആരാധിക്കുക, അതിനാണ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ലാസ്റ്റ് പറയുന്ന കാരണം എന്തോന്നറിയാമോ? അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. വളരെ ഹീ ഈസ് ഹൈലി എക്സോൾട്ടഡ്. അത് നമ്മുടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ യെശയ്യാ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടു എന്ന് പറയുന്നു, റൈറ്റ്? അതുപോലെ യോഹന്നാനും അതേ സെയിം കാഴ്ച റെവലേഷനിൽ കാണുന്നുണ്ട്. ആരെ കാണുന്നുണ്ട്? ത്രോണോസിലിരിക്കുന്ന, എൻത്രോൺഡായിട്ടിരിക്കുന്ന രാജാവിനെ കാണുന്നുണ്ട്. ഈ രാജാവ് നമ്മുടെ ജീവിതത്തിൽ സിംഹാസനത്തിനായിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ പരിശോധന ചെയ്യുക. നമ്മൾ ഈ ദൈവത്തെ സ്തുതിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് കിടക്കാം. Praise the Lord. Amen. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. Praise the Lord. Hallelujah. നമ്മൾ വീണ്ടും ദൈവത്തെ പാടി സ്തുതിക്കാൻ പോവുകയാണ്. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. പ്രിയ ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ഈ 2025 ദൈവം നമുക്ക് ദാനമായിട്ട് തന്നുവല്ലോ. 2024 നമ്മളെ വിട്ട് കടന്നുപോയി. നമുക്ക് വീണ്ടും ഒരു പുതിയ അവസരം കൂടെ ദൈവം ദാനമായിട്ട് തന്നേക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ പ്രത്യാശയിൽ നമുക്ക് 2025 കടന്നു വന്നപ്പോൾ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന ആയുസ്, ഈ ആയുസ് നമുക്ക് ദൈവത്തെ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ നിമിഷങ്ങളിലും നമ്മെ പൊതിയുന്ന ആ ജീവകിരണങ്ങൾ ഒരു മാത്രം പോലും പിരിയാതെ ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്. ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, മകനെ, മകളെ, ഞാൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? യഥാർത്ഥമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ, ഇതെല്ലാം നിന്റെ ദാനങ്ങളാണല്ലോ. പാട്ടുകാരനോട് നമ്മെ ഓർപ്പിക്കുകയാണ്, നയനങ്ങളെ നിന്നിൽ ഉയരങ്ങളിൽ ചേർത്ത് കരുണാദ്രവത്തിൽ കരയുന്നേരം ആ കുരിശന്റെ സ്നേഹം, ആ കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞ സ്നേഹം, നമ്മുടെ വേദനകളില്, നമ്മുടെ വേർപാടിന്റെ മധ്യത്തിലൊക്കെയും നമ്മളെ കരം പിടിച്ച് നമ്മളെ വഴി നടത്തുന്ന സ്നേഹിതൻ. പ്രത്യാശയുടെ ആ തീരത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നു, മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്.
Glory Jesus. ബന്ധങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കർമ്മങ്ങളിലും Amen. ദൈവം നമ്മെ വഴി നടത്തുന്നു. എത്ര അതിശയമായിട്ട് അവൻ ഓരോ ദിവസവും നമ്മളെ വഴി കരം പിടിച്ച് നടത്തുന്നു. നമുക്ക് ഈ ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കാം. ഇപ്പം പറഞ്ഞതുപോലെ നമുക്ക് ദൈവസ്ഥനിൽ നമുക്ക് സ്തുതിയല്ലാതെ നമുക്ക് എന്തുണ്ട്? സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ദൈവത്തെ നീ പാടി സ്തുതിക്കുക. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ ഘോഷസ്വരത്തോടുകൂടെ നീ സ്തുതിക്കുക. യെരിഹോ മതിൽ ഇടിഞ്ഞു വീണപ്പോൾ, മിരിയം തപ്പെടുത്ത് വീണ വായിച്ചപ്പോൾ, കിന്നരം പാടിയപ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വന്നു. നാം ആ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നിന്റെ ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നിന്റെ ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും എന്റേതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ഉയരങ്ങളിൽ ചേർന്നു കരുണാർദ്ര സവിധത്തിൽ കരയും നേരം, നയനങ്ങളെ ഉയരങ്ങളിൽ ചേർത്തു കരുണാർദ്ര സവിധത്തിൽ കരയും നേരം, കുരിശിൽ വിരിച്ചോര കനിവിൻ കരങ്ങൾ അരുളും സഹായവും ദാനമല്ലേ. കുരിശിൽ വിരിച്ചോര കനിവിൻ കരങ്ങൾ അരുളും സഹായവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ബന്ധങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ എന്നെ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ, ബന്ധങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ എന്നെ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ,
തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രവാഹങ്ങളും ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. Praise the Lord. Hallelujah. നമ്മൾ ഒരു പാട്ടൂടെ പാടി നമ്മളെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദേവാദി ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ, പാരിൽ ഇതുപോൽ വേറെ ആരുമില്ല, കരുതുവനായി കൈവിടാതെന്നും. യഥാർത്ഥമായി നമ്മൾ പറയുന്നല്ലോ, നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറൊരു ഏതൊരു ദൈവമുണ്ട്. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ നമ്മളെ കരുതുന്നതായിട്ടുള്ള ഒരു ദൈവം. ആ ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ പാടി സ്തുതിക്കുന്നത്. അവൻ പറവർക്ക് ആഹാരം നൽകുന്നു, മറന്നിടാൻ അവൻ എന്നെയും പോറ്റിടുന്നു. നേരല്ലേ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ, നമ്മുടെ ജീവിത മധ്യത്തിൽ അവൻ നമ്മെ കൈക്ക് പിടിച്ച് വഴി നടത്തുകയല്ലേ. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ ആത്മീയ ജീവിതത്തില് ദൈവം നമുക്ക് എത്രയോ അതിശയകരമായിട്ട് നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവം. പാട്ടുകാരൻ പറയുന്നു, കുരുടരിൽ കൺകടെ തുറന്നവൻ, നടത്തിയവനായ ദൈവം. എന്നോട് കരുണയുണ്ടാകണമേ എന്ന് കുരുടൻ നിലവിളിച്ചപ്പോൾ അവന്റെ അടുക്കിലേക്ക് കടന്നുവന്ന ദൈവം ആ നീട്ടിയ കരം അവനെ നീട്ടി തൊട്ടപ്പോൾ അവന് കാഴ്ച കൊടുത്തു. ആ ദൈവത്തെയല്ലേ നമ്മൾ പാടി സ്തുതിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പാടി ഈ ജീവനുള്ള ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ദേവാദി ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞു. ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ. ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ. ആരിൽ ഇതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതൻ. ആരിൽ ഇതുപോൽ വേറാരുമില്ല, കരുതുവാനായി കൈവിടാതൻ. ദേവാദി ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ. ദേവാദി ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ. മാനവർക്ക് ആഹാരം നൽകുവാനായി മറന്നിടാതെന്നെയും പോറ്റിയിടുമേ. ആഹാരം നൽകുവാനായി മറന്നിടാതെന്നെയും പോറ്റിയിടുമേ. ഇതുപോൽ വേറാരുമില്ല, കഴുകുവാനായി കൈവിടാതൻ. ഇതുപോൽ വേറാരുമില്ല, കഴുകുവാനായി കൈവിടാതൻ. ദേവാദി ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ. ദേവാദി ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ. പുകയുന്ന തിരികളെ കെടുത്താത്തവൻ,
തകർന്ന എൻ ഹൃദയത്തെ ബലമാക്കുമേ. നികരുന്ന തീരകളെ കേൾക്കാത്തവൻ തകർന്ന എൻ ഹൃദയത്തെ ബലമാക്കുമേ. ഭാര്യനിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെന്നും. ഭാര്യനിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെന്നും. ദേവാദി ദേവസുരൻ ദയയും കൃപയും നിറഞ്ഞവനും. ദേവാദി ദേവസുരൻ ദയയും കൃപയും നിറഞ്ഞവനും. കുരുടരിൻ കണ്ണുകളെ തുറന്നവനാ ഉടന്തേരെ നടത്തിയവല്ലവനാ. കുരുടരിൻ കണ്ണുകളെ തുറന്നവനാ ഉടന്തേരെ നടത്തിയവല്ലവനാ. ഭാര്യനിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെന്നും. ഭാര്യനിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെന്നും. ദേവാദി ദേവസുരൻ ദയയും കൃപയും നിറഞ്ഞവൻ. ദേവാദി ദേവസുരൻ ദയയും കൃപയും നിറഞ്ഞവൻ. ഹല്ലേലൂയ. ആമേൻ. അനുഭവൻ പ്രതിഫലം തന്നിടുവാൻ ദുരിതങ്ങൾ തീർത്തന്നെ ചേർത്തിടുവാൻ. അനുഭവൻ പ്രതിഫലം തന്നിടുവാൻ ദുരിതങ്ങൾ തീർത്തന്നെ ചേർത്തിടുവാൻ. ഭാര്യനിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെന്നും. ഭാര്യനിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെന്നും. ദേവാദി ദേവസുരൻ ദയയും കൃപയും നിറഞ്ഞവൻ. ദേവാദി ദേവസുരൻ ദയയും കൃപയും നിറഞ്ഞവൻ. ദേവാദി ദേവസുരൻ ദയയും കൃപയും നിറഞ്ഞവൻ. ശാന്തമായിരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനം നാം കേട്ടു. എല്ലാം എല്ലാം നിന്റെ ദാനമല്ലേ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ ദൈവം സഹായിച്ചു. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാകുന്നു. നിങ്ങൾക്കറിയാവുന്ന കണക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ശാരീരികമായി ചെറിയ പ്രയാസത്തിൽ കൂടി കടന്നുപോയി. പെട്ടെന്നാണ് ഒരു തലകറക്കം ഉണ്ടായി, ചെവിക്കൊരു പ്രയാസം ഉണ്ടായി. എന്നാൽ അതിനു മുമ്പ് വരെയും ഒരു പ്രശ്നവുമില്ലാതെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമിനൊക്കെ പോയി, ആരാധനയിലൊക്കെ പോയി സംബന്ധിച്ചു. എന്നാൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടായി. കഴിഞ്ഞ ഒരു 10 ദിവസം വളരെ പ്രയാസത്തിൽ കൂടി കടന്നുപോയി. 31-ാം തീയതി പള്ളിയിൽ ആരാധനയ്ക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. ആരാധനയ്ക്ക് പോയി. എന്നാൽ ഇംബാലൻസിങ്, ഞാൻ ആരാധനയിൽ എങ്ങനെ നിന്നു, ആ 5 മണിക്കൂർ അവിടെ എങ്ങനെ നിന്നെന്ന് എനിക്കറിയത്തില്ല. കുർബാന കൊണ്ടു, ഞാനും മറിയാമ്മയും പെട്ടെന്ന് തിരിച്ചു പോരുന്നു. പിറ്റേ ദിവസം തുടങ്ങി നിൽക്കാൻ സാധിക്കുന്നില്ല, നടക്കാൻ സാധിക്കുന്നില്ല, വളരെ പ്രയാസം, സ്റ്റഡിയായിട്ട് നടക്കാൻ ഒക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ സൂമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം എനിക്ക് വലിയ ആശ്വാസം തന്നു. ഈ ദിവസങ്ങളിലൊക്കെ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ഇതിൻ്റെ മരുന്ന് കഴിക്കുന്ന ഇച്ചിരി ട്രൗസ്നെസ് ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് കിടന്നുറങ്ങിയിട്ട് പെട്ടെന്ന് എണ്ണീച്ചപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായി. എന്നാൽ വരുവാനും ഇവിടെ നിൽക്കുവാനും ദൈവം എന്നെ സഹായിച്ചു.
ഞാൻ ഓർക്കുകയായിരുന്നു, ജീവിതം എത്ര നിസ്സഹായത നിറഞ്ഞതാണ്. എനിക്ക് ചിലതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, എന്നെ പുകഴ്ത്തുവാനൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരു കാറ് മേടിക്കണം. എൻ്റെ ഇപ്പോഴത്തെ കാറ് ഇച്ചിരി ട്രബിളൊക്കെ ഉണ്ട്. ഒരു കാറ് മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന് പൈസ കൊടുത്തു. കഴിഞ്ഞ മാസം ഞാൻ പൈസ കൊടുത്തതാണ്. എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യുവാനായിട്ടോ എടുക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കാം, ഒത്തിരി സ്വപ്നം കാണാം, ഒത്തിരി പ്ലാൻ ചെയ്യാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഒന്നുമില്ല. എന്നാൽ ഈ ദിവസങ്ങളിലെ ഈ അസുഖത്തിൻ്റെ മധ്യത്തിൽ എന്നെ തന്നെ ഒത്തിരി ശോധന ചെയ്യുവാൻ, എൻ്റെ ചിന്തകളെ, വിചാരങ്ങളെ ഒത്തിരി എനിക്ക് തിരുത്തപ്പെടുവാൻ ദൈവം സഹായിച്ചു. ദൈവം എനിക്ക് അതിനുവേണ്ടി ഒരു അവസരം തന്നതാണ്. ഒത്തിരി ശോധന ചെയ്യുവാൻ എനിക്ക് സഹായിച്ചു. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പ്രായമുണ്ട്. ഞാൻ നടക്കാനായിട്ട് പ്രയാസം വന്നപ്പോൾ ദൈവമേ, ഇനിയും ഞാൻ നടക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അതുപോലെയുള്ള ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ദൈവം അതിൽ നിന്നൊക്കെ ആശ്വാസം തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക, എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. നമുക്കൊന്നിച്ച് ലഭിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ ദൈവം ഇവിടെ നിർത്തുന്നിടത്തോളം കാലം ഇത് ഒന്നിച്ച് നമുക്ക് ആരാധിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ദൈവം അതിന് സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നതും ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതും എത്ര വിലപ്പെട്ടതാണെന്ന് കർത്താവെ ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ, ഞങ്ങൾക്കതൊന്ന് കാണുവാൻ, ഞങ്ങൾക്കൊന്ന് ഗ്രഹിക്കുവാൻ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരു വർഷം നമ്മളെ ചേർത്ത് പിടിച്ച ദൈവം, 2024 നമ്മെ ചേർത്ത് പിടിച്ച ദൈവം, ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പുതിയ വർഷത്തിലേക്ക് കാണുവാനും പ്രവേശിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ. അതിനായിട്ടൊക്കെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രയാസമുള്ളവർ, അസുഖമുള്ളവരൊക്കെ ഉണ്ടപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അവർ കടന്നു പോകുന്ന വ്യത എത്ര വലുതാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ഈ പ്രയറിൽ ആദ്യകാലങ്ങൾ തുടങ്ങി ഉണ്ടായിരുന്ന MI മാത്യു, ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചു. അതിനുശേഷം വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ബേക്കുട്ടി ഒരു മെസ്സേജ് തന്നു, അദ്ദേഹം ഇപ്പോൾ നെസൽ ഫീഡിങ്ങിലാണെന്നുള്ളത്. അപ്പം അവനെ വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോന്നു. ആ പ്രിയ MI മാത്യുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഈ കൂട്ടായ്മയിൽ വളരെയൊരു സഹായകരമായിരുന്നു എല്ലാ കാര്യത്തിലും. പ്രിയദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ദൈവമേ, ആ ദാസനോട് കരുണ കാണിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപയൊന്നും മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. നമ്മളെ ജസ്റ്റിൻ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ റോഷൻ ഇപ്പോഴും വെല്ലൂരായിരിക്കുന്നു. ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായിട്ട് ദൈവത്തിന് നന്ദി കരയേറ്റാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന MS കുര്യനെ, അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താകുന്നു. ഈ മാസം അവസാനം മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. മടങ്ങി വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ബാബു, ഞാൻ കാലുകൾ ബലമുള്ളവനായിട്ട് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്ക്, നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം കൂടുതൽ ആശ്വാസമുള്ളവനായി കടന്നു വരത്തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ആ പീറ്റർ എന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ സഹോദരനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യ ഉണ്ടായിരുന്ന രാജു ഷൗമേൽ കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് പോയി.
കോട്ടയം ഓളി ഏഞ്ചൽസ് ഹോസ്പിറ്റലിൽ ചെന്നു. അദ്ദേഹത്തിന് നെർവിൻ്റെ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു. ഇന്നലെ ഭവനത്തിൽ മടങ്ങി വന്നു. ആ കണ്ണിനുണ്ടായിരുന്ന ഡബിൾ വിഷനും എല്ലാം ആ ഒരു കാരണം കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഭവനത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ വിടുതലിന് വേണ്ടി പ്രിയ രാജു ഷാമുവേലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബോബിയുടെ വൈഫ് ഷീബായ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ സിന്ധു കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലായിരുന്നല്ലോ. വീസിങ്ങിൻ്റെ പ്രയാസമുണ്ട്. സിന്ധുവിനെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്നു. ചൊവ്വാഴ്ച ജോലിക്ക് പോകണം. സൗഖ്യത്തോടെ ആരോഗ്യത്തോടുകൂടി ജോലിക്ക് പോകത്തക്കവണ്ണം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ബേക്കുട്ടിയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ശരീര സൗഖ്യത്തിന് വേണ്ടി പൊന്നമ്മയ്ക്കും ശാരീരികമായ പ്രയാസമൊക്കെ ഉണ്ട്. രണ്ടുപേർക്കും ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നാട്ടിൽ അവധിക്കൊക്കെ പോയിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രിയ ജോർജ് തോമസ് നാട്ടിൽ പോയിരിക്കുകയാകുന്നു. ഇന്ന് വൈകിട്ട് അദ്ദേഹം മടങ്ങി വരും. ജോർജ് തോമസും വൈഫും പ്രത്യേകം പ്രാർത്ഥിക്കാം സൗഖ്യത്തോടെ മടങ്ങി വരുന്നതിന് വേണ്ടി. രാജനും ലെനിയും നാട്ടിലായിരിക്കുന്നു. ലെനിക്ക് ചില ചെക്കപ്പുകളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി പോയിരിക്കുകയാണ്. ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പൂർണ്ണ ആശ്വാസത്തോടെ സൗഖ്യത്തോടെ മടങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ലിജോ ഇന്നലെ നാട്ടിൽ പോയി. ചില ഭവനത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ ചെന്ന് ചേർന്നു. തുടർന്ന് അവിടെ ആയിരിക്കുന്ന ദിവസങ്ങളെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് തീർക്കത്തക്കണം. പ്രിയമുള്ളവരെ, പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോ വിഷയവും പറയുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അവർക്കൊക്കെ പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി. നമ്മുടെ ജോൺസനും ആനിയും ഒരു മാസമായിട്ട് നാട്ടിലാണ്. അവരും ബുധനാഴ്ച മടങ്ങി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജോൺസനും ആനിയും സൗഖ്യത്തോടെ, ആനിയുടെ ചില ചെക്കപ്പിന് വേണ്ടിയൊക്കെ പോയതാണ്. അതെല്ലാം കഴിഞ്ഞ് സൗഖ്യത്തോടെ. നമ്മൾ പറയുമ്പോൾ ചെക്കപ്പ് എന്ന് പറയും, അതും ഇതും പറയും. പക്ഷെങ്കിൽ ഒരാൾ അതിൽ കൂടി കടന്നു പോകുമ്പോഴുള്ള വ്യത ഞാനതിപ്പോൾ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് എത്രമാത്രം സീരിയസ് ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ സജി വർഗീസ് നാട്ടിലായിരിക്കുന്നു. ആ നാട്ടിലായിരിക്കുന്ന സമയം സന്തോഷകരമായി ചിലവഴിക്കുന്നതിന് ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ബാബുവും അനിതയും നാട്ടിൽ അവധിക്ക് പോയതാണ്. ഈ ആഴ്ച തിരിച്ചു വരും. അവരുടെ മടക്കി വരവിനെ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയവും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോജിയുടെയും റോസിയുടെ മകൻ ജെൻസൺ നമ്മളോടുകൂടെ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് രാവിലെ പഠിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. സൗഖ്യത്തോടെ അവിടെ ആയിരിക്കുന്നു. ആ പൈതൻ്റെ തുടർന്നുള്ള പഠിത്ത കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജെയിംസിനെ, നമ്മുടെ കൊയറിലുണ്ടായിരുന്ന ജെയിംസ് വിസയുടെ ചെറിയ പ്രശ്നത്തിൽ കൂടിയൊക്കെ കടന്നു പോവുകയായിരുന്നല്ലോ. ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. വിസയുടെ ക്രമീകരണങ്ങളൊക്കെ നടന്ന് മടങ്ങി വന്ന് നമുക്കൊന്നിച്ച് ആരാധിക്കുന്നതിന് വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ 10th-ലും 12th-ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ പഠിക്കുന്നതൊക്കെ അവരുടെ ഓർമ്മശക്തിയിൽ നിലനിർത്തി അവർക്ക് മുന്നോട്ട് പഠിത്ത കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ മിഷൻസിൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്ന ബ്രദർ ജോർജ് ചെറിയാനെയും കുടുംബം അവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ചെറിയാൻ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ ഈ നാളുകളിൽ ചെറുപ്പക്കാരുടെ മധ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അതും അനുഗ്രഹപ്രദമായി നടക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വയനാട് ഓൾഡ് ഏജ് ഹോമിന് വേണ്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ബ്രദർ കൃഷ്ണനെ, കുടുംബമായി അവിടെ താമസിക്കുന്ന 9 സഹോദരിമാരെ വാസ്തവമായി പ്രാർത്ഥിക്കുക. ദൈവമേ, അവർക്ക് ആരോഗ്യത്തോടെ ബലത്തോടെ മറ്റുള്ളവരുടെ മുമ്പാകെ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്നതിന് അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് നമുക്ക് പറയാം. നമ്മൾ വന്നു പാർക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഇവിടെ ലഭിക്കുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അനുകൂല സാഹചര്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമുക്ക് ആരാധിക്കുവാനുള്ള ദേവാലയം, ആരാധനയ്ക്ക് ദൈവദാസന്മാരെ ദൈവം ഇവിടത്തേക്ക് അയച്ചിരിക്കുന്നല്ലോ. നമുക്ക് ഇവിടെ കൂടി വരുവാൻ ഈ യൂത്ത് ഹോസ്റ്റല് നമുക്ക് സൗകര്യപ്രദമായി ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ മാനേജ്മെൻറ്റിനെയും അതിൻ്റെ ജോലിക്കാരെ എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെ TV ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്തെല്ലാം വിധത്തിലുള്ള ന്യൂസുകളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് അത് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. 8 പേരാണ് വാഹന അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഒത്തിരി മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, വാഹനം ഓടിക്കുന്നവർ സൂക്ഷിച്ച് വാഹനം ഓടിക്കുവാൻ, ഓരോരുത്തരും വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യത്തക്കവണ്ണം നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരികൾ, മേലുദ്യോഗസ്ഥർ, ദൈവഭയമുള്ളവർ ലഭിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥിക്കേണ്ടതായിട്ട് വലിയ ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അതിന്
വഴികളെ ഒരുക്കട്ടെ. മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ആ സംഘർഷം, ആ ഹോസ്റ്റേജസിൻ്റെ റിലീസൊക്കെയും ഈ എളുപ്പം നടക്കുമെന്നൊക്കെ ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ. കർത്താവെ, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവേ, അങ്ങയോട് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഭരണാധികാരികൾക്ക് നല്ല ആലോചനയെ കൊടുത്ത് സമാധാനകരമായ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകത്തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിൽ ഏകാന്ത ജീവിതത്തിൽ കഴിയുന്നവരുണ്ടല്ലോ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് ബലവും ശക്തിയുമായി ദൈവം കൂടെ ഇരുന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. 12-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെയുള്ള ആളുകളെ, 14-ാം തീയതി ജിതിൻ വർഗീസ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 16-ാം തീയതി നോർമ ആൻഡ് റോയ്, ഡോക്ടർ ഓഫ് മിനി റോയ്, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 18-ാം തീയതി സിബി ജോയ്, സൺ ഓഫ് ലേറ്റ് ജോയ്, നമ്മുടെ ജോയ് സഹോദരൻ്റെ മകൻ സിബി ജോയ്, 18-ാം തീയതി വീണ്ടും ഒലിവ ആൻഡ് ഡോക്ടർ ഓഫ് സുനിൽ ഈശോ. ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ വചനവുമായി കടന്നു വന്നിരിക്കുന്നത് പ്രിയ അജിത് വർഗീസ് ആകുന്നല്ലോ. കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദേശത്ത് ഈ പ്രയർ ഗ്രൂപ്പിലൊക്കെ നിർവഹിക്കുവാൻ വചനം നല്ലതുപോലെ പഠിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് അത് പകർന്നു തരുവാനുള്ള ദൈവകൃപ, ആ ഒരു വലിയ താലന്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. കുടുംബമായി മറിയവും അജിത്തും കുടുംബമായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് നിറവേറ്റുന്നത്. ഇന്ന് വചനം നമ്മോട് ഇടപെടത്തക്കവണ്ണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വചനം പകർന്നു തരുവാൻ കർത്താവെ, പ്രിയ അജിത്തിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ മധ്യസ്ഥ ചെയ്ത എല്ലാ വിഷയങ്ങളും പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ആ വിഷയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കണമേ. ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലെ വ്യക്തിപരമായ പ്രാർത്ഥനയും ഓർക്കേണ്ടത് വളരെ ആവശ്യമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആയുസ്സിലെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വർഷം കൂടെ ദാനമായി കൊടുത്തല്ലോ, നന്ദി. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഈ നിമിഷം വരെ അവിടുത്തെ ദൃഷ്ടി അവരുടെ മേൽ ഉണ്ടായിരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ കൂടെ ഇരിക്കണമേ. ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ അനേക പ്രിയപ്പെട്ടവരെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, ശാരീരികമായ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരെ ദൈവകരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരമായ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരെ, ഈ ദേശത്ത് അനേകരെ ജോലിയുടെ ആവശ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കർത്താവെ, ദൈവമേ, ജോലിക്ക് വേണ്ടി കടന്നു വന്ന് അവരുടെ ആവശ്യത്തെ അവിടുന്ന് മാനിക്കുന്ന ദൈവമാവുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ ദേശത്ത് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേക്കുട്ടിയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായുള്ള ക്ഷീണവും പ്രയാസവും എല്ലാം മാറ്റിക്കൊടുക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിൽ പോയിരിക്കുന്നു, അവരുടെ മടക്ക് യാത്രയിലൊക്കെ കൂടെ ഇരിക്കണമേ. താവേ, രോഗബാധിതരായി കഴിയുന്നവരുടെ പേരുകൾ ഞങ്ങൾ പറഞ്ഞല്ലോ. കർത്താവേ, അവർക്ക് ദൈവം പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. പ്രത്യേകിച്ച് MI മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ അത്യാസന്ന നിലയിലായിരിക്കുന്ന മകനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, കൂടെ ഇരിക്കണമേ, സൗഖ്യം കൊടുക്കണമേ, ആശ്വസിപ്പിക്കണമേ. ദൈവമേ, വചനം സംസാരിക്കുന്ന അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ പ്രിയ മകനെ നിർത്തിക്കൊള്ളണമേ. ഗാന ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ മക്കളെ ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങ് ആത്മാവിൽ ആരാധിക്കുവാനുള്ള വലിയ ഭാഗ്യം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം. ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദി കർത്താവേ. എല്ലാത്തിലും കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടുകൂടി കേൾക്കുമാറാകണമേ. ആമേൻ. വചന ശുശ്രൂഷയ്ക്കായി പ്രിയ അജിത്തിനെ ക്ഷണിച്ചു.
എഴുന്നേറ്റു പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇരുൾ തിങ്ങിയ വീതിയതിൽ വഴി കാണാതുടരുന്ന പതികു നീ. ഇരുൾ തിങ്ങിയ വീതിയതിൽ വഴി കാണാതുടരുന്ന പതികു നീ. വഴി കാട്ടും ദീപമായി എരിഞ്ഞിടുക എഴുന്നേറ്റു പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം. Praise the Lord. Hallelujah. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ വേഗം വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുവാനും വചനവുമായി നിങ്ങളുടെ ഇടയിൽ നിൽപ്പാനും ദൈവസന്നിധിയിലായിരിക്കാനും ഒക്കെ കർത്താവ് ഒരുക്കി തരുന്ന ഈ ശ്രേഷ്ഠകരമായ അവസരത്തെ ഓർത്ത് 1000 നന്ദി കരയറ്റുന്നു. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിനും ഈ കൂട്ടായ്മ ഈ പ്രദേശത്ത് അനേകർക്ക് അനുഗ്രഹമായി നിലനിർത്തുവാൻ പ്രയത്നിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ ഇന്നായിരിക്കുമ്പോൾ ഇന്നത്തെ വചനധ്യാനം നമ്മളെല്ലാം രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൽ നിന്നുള്ള ഒരു വചനമാണിന്ന് നിങ്ങളുമായിട്ട് ചേർന്ന് ധ്യാനിക്കുവാനായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുന്നു. ദൈവാത്മാവിൽ നിന്ന് ഈ വചനം നിങ്ങൾക്ക് കേൾക്കുവാനും എനിക്ക് പറയുവാനും ഒക്കെയുള്ള അവസരം ദൈവം തരുമെന്നുള്ള പ്രത്യാശയിൽ ആയിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മളെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ നോക്കിയാൽ ഒരുപക്ഷെ ഈ സത്യവേദ പുസ്തകത്തിലെ തിയോളജിക്കൽ ആസ്പെക്ട്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേദശാസ്ത്രപരമായി ഏറ്റവും അധികം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഒരു ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായി എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഉത്തമ ഗ്രന്ഥമായത് റോമർക്ക് എഴുതിയ ലേഖനം. ഒരു ദൈവത്തിൻ്റെ പൈതൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഇത്രത്തോളം ക്ലാരിറ്റിയോടുകൂടി വിശദമായിട്ട് പൂർണ്ണമായിട്ട് പറഞ്ഞു തരുന്ന മറ്റൊരു ഗ്രന്ഥം പുതിയ നിയമത്തിലില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ. തിയോളജിക്കൽ ആസ്പെക്റ്റിൽ വേദശാസ്ത്ര പഠനത്തിൽ ബൈബിൾ പഠിക്കുന്നവരൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ഗ്രന്ഥമായത്. ഈ ലേഖനത്തിൽ നിന്നാണ് ഒരു വചനം ദൈവം എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ചേർന്ന് പങ്കിടുവാനായി തന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു? ശരിയാ, ഈ ലോകത്തിൻ്റെ മക്കളായിരുന്നു നമ്മൾ. എന്നാൽ കരുണാസമ്പന്നനായ കർത്താവ് യഹോവ അമിതമായ നമ്മളോടുള്ള സ്നേഹം നിമിത്തം വചനം പറയും പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന നമ്മയെല്ലാം തൻ്റെ സ്വന്തം ജനമായ യഹൂദരുമായി അല്ലെങ്കിൽ ഇസ്രായേൽ പൗരത്വമായി യാതൊരു ബന്ധമില്ലായിരുന്ന നമ്മളെ
പാപത്തിൽ അടിമകളായിരുന്ന നമ്മളെ, ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് ജീവിച്ച നമ്മളെ, യാതൊരു കരുണയ്ക്കും യാതൊരു യോഗ്യതയും ഇല്ലായിരുന്ന നമ്മളെയെല്ലാം തൻ്റെ സ്വപുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ ഇടയിൽ ജീവിച്ച് യാതൊരു തെറ്റും കുറ്റവും പാപവും ചെയ്യാതെ ജീവിച്ചിട്ടും തൻ്റെ സ്വപുത്രൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത കാര്യങ്ങളൊക്കെ പല വിധത്തിൽ ഉപദേശ രൂപേണ നമുക്ക് തരുന്ന ഒരു ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അധിവസിക്കുന്ന ഈ ലോകത്ത് എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്വയമേ അഹങ്കരിക്കുന്ന, ജ്ഞാനി എന്ന് സ്വയം അഹങ്കരിക്കുന്ന മനുഷ്യൻ ഈ ലോകമോഹങ്ങളിൽപ്പെട്ട്, ലോക വ്യവസ്ഥയിൽപ്പെട്ട്, പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട്, ലോകമോഹങ്ങളിൽപ്പെട്ട് അങ്ങനെ ഉഴലുമ്പോൾ കർത്താവ് യഹോവ അവരെ ഈ ലോകമോഹങ്ങളിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തു. അങ്ങനെ അവരിവിടെ ലോകമോഹങ്ങളിൽ പെട്ടെന്ന് ഉഴലുമ്പോൾ, ജീവിക്കുമ്പോൾ അവർക്ക് അതുമൂലം ഈ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരന്തങ്ങളും എല്ലാം. അത് പ്രകൃതി ദുരന്തങ്ങളായിട്ട്, മനുഷ്യനായിട്ട് കൊണ്ടുവരുന്ന ദുരന്തങ്ങളായിട്ട്, എല്ലാം അങ്ങനെയുള്ള ദുരന്തങ്ങളാണ്. അതൊക്കെ വിശദമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞു വെച്ച് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം വിശ്വാസത്തിൽ മാത്രമേ നമുക്കൊരു നീതീകരണം ഉള്ളൂ എന്നാണ്. അബ്രഹാമിൻ്റെ ദൃഷ്ടാന്തം അവിടെ എടുത്ത് പറയുന്നു. ന്യായപ്രമാണത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ന്യായപ്രമാണത്തിൽ ഒരു ജീവനും രക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു. പിന്നെയോ ന്യായപ്രമാണത്തിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നമ്മളെയെല്ലാം ആക്കിയത് കൊണ്ട് നമുക്ക് പാപത്തെക്കുറിച്ചൊരു ബോധം മാത്രമേ ലഭിക്കൂ എന്നുള്ളതൊക്കെല്ലാം പറഞ്ഞ് പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്ന്, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മളെ ആക്കി, അങ്ങനെയൊക്കെ ഉപദേശങ്ങളൊക്കെ തന്ന് ആ തത്വങ്ങളൊക്കെ നമുക്ക് ദൈവിക പരിജ്ഞാനമൊക്കെ നമുക്ക് പകർന്നു തന്ന് 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. എന്നിട്ട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് 12-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് നമ്മുടെ കുറുവാക്യം. അത് ആരെങ്കിലും ഉറക്കെയൊന്ന് വായിച്ചു തരണം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. Offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതാണ് ഇന്നത്തെ നമ്മുടെ കുറുവാക്യമായിട്ട് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന, നിങ്ങളുമായിട്ട് ചേർന്ന് ധ്യാനിക്കാൻ തന്നിരിക്കുന്ന വചനം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്ന ചില ദൈവിക ചിന്തകളൊക്കെ ഉണ്ട്. ക്രിസ്തുയേശുവിലേക്ക് നമ്മൾ വന്നപ്പോൾ നമുക്ക് വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളൊരു പുതിയ സൃഷ്ടിയായി. പഴയത് നീങ്ങിപ്പോയി. അതായത് നമ്മൾ ലോകത്തിൻ്റെ മക്കളായിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. ഇരുട്ടിലായിരുന്നവർ വെളിച്ചത്തിലേക്ക് വന്നു. മരണത്തിലായിരുന്നവർ ജീവനിലേക്ക് വന്നു. ലോകത്തിലായിരുന്നവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ തലത്തിൽ ആക്കി നമ്മളെ. ഇതൊക്കെയാണ് ആ വചനം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ ഒരു പുതുക്കത്തിൽ അവിടെ ദൈവം യഹോവ യേശുവിനെ, നമ്മെ യേശുവോട് ചേർത്തു. അതാണ് ഈ രൂപാന്തരം എന്ന് പറയുന്നത്. പാപികളും ദോഷികളുമായിരുന്ന നമ്മൾ, ഈ ലോകത്ത് മരിച്ചവരായിരുന്ന നമ്മളെ ദൈവം സ്വന്തം ആഗ്രഹത്താൽ നമ്മളെ ആകർഷിച്ച് നമ്മുടെ കർത്താവ്, അതായത് സ്വന്തം പുത്രനെ നമുക്ക് തന്ന്
ആ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ആ പുത്രനെ നമ്മുടെ ഉള്ളിലാക്കി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആത്മാവിനെ നമുക്ക് തന്ന് നമ്മളെ ആ ഒരു വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു, നമ്മുടെ ആത്മാവിനെ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് നമ്മളവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ മുമ്പ് പറഞ്ഞത്, ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ വന്നെങ്കിലും ആ പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ പുതുക്കത്തിലാണ് യേശുവിനോട് നമ്മൾ ചേർന്നത്. നമ്മുടെ രൂപാന്തരം അവിടെ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാം നമ്മൾ പുതിയ സൃഷ്ടിയായി, നമ്മൾ പഴയതെല്ലാം മാറി, ദൈവം നമ്മളെ ശുദ്ധീകരിച്ച്, അല്ലെങ്കിൽ ദൈവം നമ്മളെ വീണ്ടെടുത്തു. അതൊക്കെ ശരിയാണ്. പക്ഷെ ആ പുതിയ തുടക്കത്തിൻ്റെ ഒരു പുതുക്കത്തിൻ്റെ ഒരു തുടക്കം മാത്രമേ അവിടെ. നമ്മുടെ രൂപാന്തരം കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മുടെ രൂപാന്തരം കംപ്ലീറ്റ് ആകാനുള്ള എല്ലാവിധമായ സംഗതികളും ദൈവം നമുക്ക് തന്ന്, നമ്മുടെ ഉള്ളിൽ തന്നിട്ട് ദൈവം നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുകയാണ്, നമ്മളെ ഓരോരുത്തരെയും. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ എന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന എന്താ എന്ന് വെച്ചാൽ, ആ രൂപാന്തരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളെ ശുദ്ധീകരിച്ച് കർത്താവിനോട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ രൂപാന്തരത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവത്തിന് ഈ ലോകത്തായിരിക്കുമ്പോഴുള്ള ഉദ്ദേശം. അങ്ങനെ ദൈവം നമ്മുടെ ഈ ജീവിതത്തിൽ വലിയ മാറ്റം ചെയ്തു. നമ്മളെ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചു. എല്ലാം മുമ്പ് പറഞ്ഞതുമാതിരി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നു, എല്ലാം ചെയ്തു. മഹത്കരമായ വലിയ കാര്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹവും കരുണയും കരുതലും മനസ്സിലും ഒക്കെ ഇവിടെ വിശദീകരിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ 12 അധ്യായം ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം, അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ദൈവം ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു, അത് ദൈവം ചെയ്തു. അതെന്താ എന്ന് വെച്ചാൽ, ആ ചെയ്തതിനെ നമുക്കിപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവിടെ അപ്പോസ്തലൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇനി നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇത്രയും പറഞ്ഞു വെച്ചിട്ട് അപ്പോസ്തലൻ പറയുന്നത് നമ്മളോട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവം ചെയ്യേണ്ടിയിരുന്നത് ദൈവം ചെയ്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവം ചെയ്തതിനെ നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ നീങ്ങുന്നതുള്ളൂ. നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി ഉപദേശങ്ങളുണ്ട് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ഉപദേശങ്ങളിലൊന്നാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളത്. പുതിയ നിയമത്തിലെ ആദ്യത്തെ സന്ദേശം തന്നെ അതാണ്. ദൈവരാജ്യം അടുത്തിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നാണ് ആദ്യത്തെ സന്ദേശം, ഉപദേശം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ അത് തന്നെയാണ്. മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെടുക, അല്ലെ മാനസാന്തരപ്പെടുക. അതായത് മനസ്സ് പുതുക്കി ദൈവത്തിങ്കിലേക്ക് അടുക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പണ്ട് നമ്മൾ അജ്ഞാന കാലത്ത് ആരായിരുന്നു? ഈ ലോക വ്യവസ്ഥയിൽ അടിമപ്പെട്ട്, ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട്, പിശാചിൻ്റെ വഴികളിൽ സഞ്ചരിച്ച്, പ്രകൃതിയാ നമ്മൾ കോപത്തിൻ്റെ മക്കളായിരുന്നു. എല്ലാവിധമായ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് ദൈവം എന്ത് ചെയ്തു? നമ്മളെ നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവം നമ്മളെ രക്ഷിച്ചത്. ദൈവത്തിൻ്റെ താല്പര്യത്തിലാണ് ദൈവം നമ്മളെ ആകർഷിച്ച് നമ്മളെ ദൈവത്തിനോട് അടുപ്പിച്ച്, യേശുവിനോട് അടുപ്പിച്ച്, തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ഒരു പൊസിഷനിലാക്കി നമ്മളെ വീണ്ടെടുത്ത് ആക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം അത് നമ്മുടെ ഇഷ്ടമല്ല. അങ്ങനെ ദൈവത്തിൻ്റെ അഗാധം അങ്ങനെ നമ്മളെ ഒരു സ്ഥാനത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ ആകർഷിച്ച് നമ്മളെ ദൈവം ആക്കിയത് കൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ജയാളികളായി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക്, ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ടുള്ള ആഹ്വാനമാണ് ആദ്യത്തെ സന്ദേശം. ഈ സന്ദേശം തരുന്നത് നമുക്ക് കിട്ടിയത് സ്നാപക യോഹന്നാനിലൂടെയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ സന്ദേശം കിട്ടുന്നത് ദൈവരാജ്യം അടുത്തിരിക്കുന്നു, മാനസാന്തരപ്പെടുവിന്നിട്ട്. യേശു കർത്താവും തൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലത്ത് തന്നെ ഈ സന്ദേശം നമുക്ക് കുറച്ചുകൂടി വിശദമായി തരുന്നുണ്ട്. കാലം തികഞ്ഞു, ദൈവരാജ്യം അടുത്തിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു യേശു കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ്. ഏറ്റവും വലിയ സന്ദേശം എന്ന് തന്നെ പറയാൻ പറ്റും. മാനസാന്തരപ്പെടുവിൻ. അതായത് നമ്മൾ കഴിഞ്ഞ കാലത്ത് എന്തോ ആയിരുന്നു,
അത് മനസ്സിലാക്കി നമ്മുടെ കുറ്റങ്ങൾ, കുറവുകൾ, പാപങ്ങൾ, തെറ്റുകളൊക്കെ മനസ്സിലാക്കി അതിനുമായിട്ട് അനുദപിച്ച് അതുമായിട്ട് നമ്മൾ നിരപ്പായിട്ട് ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തെന്ന് മനസ്സിലാക്കി, ദൈവം തൻ്റെ പുത്രനെ നമുക്ക് തന്നതൊക്കെ മനസ്സിലാക്കി ആ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ട് അത് വിശ്വസിച്ച് അതിൽ ആകർഷിതരായിട്ട് അത് സ്വീകരിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മെ ഒരു സ്ഥാനത്താക്കും, നമ്മളെ ഒരു ഉന്നത സ്ഥാനത്താക്കും. ജഡിക തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതാണ് മാനസാന്തരപ്പെടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സ് പുതുക്കിയാണ് മാനസാന്തരപ്പെടുന്നത്. അല്ല വെറുതെ നമുക്കൊരു മാനസാന്തരം ഉണ്ടാകരുത്. ഇങ്ങനെ ഇരിക്കട്ടപ്പോൾ നമുക്ക് മാനസാന്തരം ഒന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ മനസ്സ് പുതുക്കിയെങ്കിൽ മാത്രമേ മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഉണ്ടാകുന്ന മാനസാന്തരമൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ശരിക്കുള്ള മാനസാന്തരം മനസ്സ് പുതുക്കി തന്നെ നമുക്ക് മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ. അപ്പം മനസ്സ് പുതുക്കി മാനസാന്തരം എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ആരായിരുന്നു, യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ ആരാണ്, അതാണ് മനസ്സ് പുതുക്കി മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ സംഗതി എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ. പണ്ട് നമ്മൾ ആരായിരുന്നു? പണ്ട് നമ്മൾ ലോകത്തിൻ്റെ മക്കളായിരുന്നു, ജഡികരായിരുന്നു, ലോകമോഹങ്ങളിൽപ്പെട്ട ദൈവത്തെ അറിയാത്തവരായിരുന്നു. യേശു നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? യേശു നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി ക്രൂശിതനായി നമ്മളെ വീണ്ടെടുത്തു, മാനവരാശി മൊത്തത്തിൽ വീണ്ടെടുത്തു. ഇപ്പോൾ നമ്മൾ ആരാണ്? നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളാണ്. ഇതൊരു സാൻഡ്വിച്ച് മാതിരിയാണ്. ഒരു ബ്രെഡ് സാൻഡ്വിച്ച് നമ്മൾ കടയിൽ പോയി വാങ്ങുക. ബ്രെഡ് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ 2 ബ്രെഡ് സ്ലൈസിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഫില്ലിംഗ് ആയിരിക്കും. ഒന്നുകിൽ ചിക്കൻ, അല്ലെങ്കിൽ ബീഫ്, മട്ടൺ, വെജിറ്റബിളോ അല്ലെങ്കിൽ ചീസോ ഒക്കെ ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമ്മളാരും കടയിൽ ചെന്ന് ബ്രെഡ് സാൻഡ്വിച്ച് എന്ന് പറയത്തില്ല. ചോദിക്കുമോ? കടയിൽ ചെന്ന് ആരെങ്കിലും ബ്രെഡ് സാൻഡ്വിച്ച് വാങ്ങിക്കുമോ? ഇല്ല. ചിക്കൻ സാൻഡ്വിച്ച്, ബീഫ് സാൻഡ്വിച്ച്, അല്ലെങ്കിൽ വെജിറ്റബിൾ, അല്ലെങ്കിൽ ചീസ് സാൻഡ്വിച്ച് എന്നാണ് പറയുന്നത്. അതിനകത്ത് ബ്രെഡാണ് മേജർ പോർഷൻ എങ്കിലും അതിനകത്ത് പ്രാധാന്യം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫില്ലിങ്ങിനാണ്. അതിനാണ് പ്രാധാന്യം. അതിലാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസവും നമ്മുടെ മനസ്സ് പുതുക്കം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു മനുഷ്യനുണ്ട്. നമ്മളൊരു പാപിയും ദോഷിയുമായ ഒരു മനുഷ്യനാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലാണ് കർത്താവായിരിക്കുന്നത്. കർത്താവിനെ നമ്മൾ ധരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലായിരിക്കുന്ന നമ്മുടെ ആത്മാവിലാണ് കർത്താവിനെ നമ്മളുള്ളത്. അപ്പോൾ കർത്താവായിരിക്കണം നമ്മളിൽ തെളിഞ്ഞു വരേണ്ടത്. അല്ലാതെ അതാണൊരു പുതുക്കപ്പെട്ട മനുഷ്യൻ. മനസ്സ് പുതുക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കർത്താവ് നമ്മളിൽ തെളിഞ്ഞു വന്ന് നമ്മുടെ ഉള്ളിൽ തേജസ്സുറ്റ ഒരു ശരീരമായിട്ട് നമ്മളിലൂടെ മറ്റുള്ളവർ കാണുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ പൈതൽ, ഇത് ദൈവത്തിൻ്റെ മകൾ, ഇത് ദൈവത്തിൻ്റെ മകനെന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുന്നത്. അങ്ങനെ പുതുക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആ തലത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ അവകാശമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല നമ്മളെ ദൈവം വീണ്ടെടുത്തത്. നമ്മളൊന്നും അറിഞ്ഞിട്ടുകൂടിയില്ല. നമ്മൾ പാപികളും ദോഷികളുമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോയ നമ്മളെ ദൈവം വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ്. ദൈവം വളരെ ആഗ്രഹത്തോട് അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടു കൂടി ലോകത്താക്കിയ നമ്മളെല്ലാം വഴിതെറ്റിപ്പോകും. ദൈവം ആഗ്രഹിച്ച് തൻ്റെ പുത്രനെ കുരുതി കൊടുത്തിട്ടാണ് നമ്മളെ തിരിച്ചു പിടിച്ചത്. നമുക്ക് സാക്രിഫൈസ് നമുക്ക് തന്നതാണ്. ക്രിസ്തുവിനെ നമുക്ക് അത് നമ്മുടെ അവകാശമാണ്. ആ ക്രിസ്തുവിനെ അവകാശമാണെന്ന് കണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുകയാണ് നമ്മളെ ദൈവോദ്ദേശം. അപ്പോൾ ഈ മനസ്സ് പുതുക്കി നമ്മൾ മാനസാന്തരപ്പെട്ടപ്പോൾ നമ്മൾ ദൈവത്തിൽ തികഞ്ഞവരായി. നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ചല്ല പറഞ്ഞാൽ നമ്മുടെ ആത്മമനുഷ്യൻ തികഞ്ഞവനായി. അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന നമ്മളെ വീണ്ടെടുത്ത കർത്താവ് ഞങ്ങളെ തികഞ്ഞവരാക്കിയിട്ടാണ് ഇപ്പം ആക്കിയിരിക്കുന്നത് ലോകത്ത്. പക്ഷെ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ നമ്മളെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് അത് പുറത്തു വരാത്തത്. തികഞ്ഞവനായ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവിനോട് ചേർന്ന് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൂട്ടായ്മയിലാണ്. പക്ഷെങ്കിൽ ആ മനുഷ്യൻ പുറത്തോട്ട് വരാത്തത് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ അകമയുള്ള മനുഷ്യനെ അനുസരിച്ച് പുറമേയുള്ള മനുഷ്യൻ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഉദ്ദേശം. ഈ രൂപാന്തരം എന്ന് പറയുമ്പോൾ അതെല്ലാ രീതിയിലും ഉണ്ടാകണം. അല്ലാതെ നമുക്ക് മാനസാന്തരപ്പെട്ടു, ഞാൻ നാളെ മുതൽ എന്നും പള്ളിയിൽ പോവും, അല്ലെങ്കിൽ കൂട്ടായ്മയെ സംബന്ധിക്കും, വീട്ടിൽ പ്രാർത്ഥന നടത്തും,
ഇത് മാത്രമല്ല മാനസാന്തരം എന്ന് പറഞ്ഞാൽ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാണണം, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വിചാരത്തിലും വികാരത്തിലും എല്ലാം പ്രതിഫലിക്കേണ്ടതാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അപ്പോസ്തലൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വയം നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതാണോ എന്ന് നിത്യേന അല്ലെങ്കിൽ നിരന്തരം ശോധന ചെയ്യണമെന്ന് പറയുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥം അത്രയെന്ന് പറയുന്നുണ്ട്. അത് ഒത്തിരി കോൺട്രവേഴ്ഷ്യലായിട്ട് കാണും. അത് ശരിയാണത്. എന്താ വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ നമ്മൾ നീതീകരണത്തിലൂടെ അല്ല നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നത്, അല്ലെ രക്ഷയിലേക്ക് വരുന്നത്. വിശ്വാസത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് അത്. നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നുള്ളൂ. പക്ഷെങ്കിൽ രക്ഷയുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് കാണാൻ സാധിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞത് എന്ത് തോന്നിയ ദിവസം കാണിച്ച് നടക്കുന്നവർക്ക് അത് യഥാർത്ഥ രക്ഷയല്ല. രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രവൃത്തിയിലും കാണും, ഉറപ്പായിട്ടും കാണും. പക്ഷെ തിരിച്ചല്ല വരുന്നത്. ഈ ആദ്യം രക്ഷയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ നീതീകരണം വരുന്നത് എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മാനസാന്തരം എന്ന് പറഞ്ഞ ചില കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാം നമ്മുടെ എല്ലാ സ്വഭാവത്തിലെല്ലാം കാണും. ദേഹം, ദേഹി, ആത്മാവ്. ദേഹമാണ് നമ്മുടെ ശരീരം, ദേഹിയാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഈ നമ്മുടെ വിചാരത്തെയും വികാരത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ദേഹിയാണ്. ആ ദേഹിയുടെ നിയന്ത്രണം ആത്മാവിനാകുമ്പോഴാണ് നമുക്കിതെല്ലാം പ്രത്യക്ഷത്തിൽ എല്ലാം നമുക്ക് നമ്മുടെ ആത്മമനുഷ്യൻ ജഡിക മനുഷ്യനെ നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണാതെ. അതാണ് പറയുന്നത്. വചനത്തിൽ പറയുന്നുണ്ട്, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ യേശുക്രിസ്തുവിനെ, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കർത്താവിനെ നമ്മുടെ ഉള്ളിലുള്ള യേശുക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മനുഷ്യൻ നമ്മളെ ധരിക്കണം. അതായത് നമ്മൾ ഇട്ടിരിക്കുന്നതാണല്ലോ ആൾക്കാർ കാണുന്നത്, ജനം കാണുന്നത് നമ്മുടെ വസ്ത്രമാണ്, നമ്മുടെ ശരീരമല്ല കാണുന്നത്. അതുപോലെ നമ്മുടെ പുറമേ കാണേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള കർത്താവിനെയും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മമനുഷ്യനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, യേശു ക്രിസ്തുവിനെ തന്നെ നിങ്ങൾ ധരിച്ചു കൊള്ളുവിൻ എന്ന്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലായിരിക്കുന്നതുകൊണ്ട്, നമുക്ക് ധരിക്കുന്നത് കൊണ്ട് നമ്മുടെ തേജസ്സുറ്റതാകുമ്പോൾ അത് അങ്ങനെ ആകണമെന്നാണ് വചനം പറയുന്നത്. നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാർ ആത്മ തേജസ്സോടുകൂടിയാണ് ജനിച്ചത്, അല്ലേ? അവർ ജനിച്ചപ്പോഴേ അവർക്ക് തേജസ് ഉണ്ടായിരുന്നു. അവർ തേജസ് കാരണം അവരുടെ നഗ്നത പോലും അവർ കണ്ടില്ലെന്നാണ് പറയുന്നത്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് തേജസ് നഷ്ടപ്പെട്ടു. ആദാമിനും ഹവ്വായ്ക്കും തേജസ് നഷ്ടപ്പെട്ട കാര്യം നമുക്കറിയാം, ഇല്ലേ? പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ അവർക്ക് തേജസ് നഷ്ടപ്പെട്ടു. തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ ആ നഷ്ടപ്പെട്ട തേജസ് ദൈവം നമുക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ് വീണ്ടും നമ്മളെ തന്നിലേക്ക് ആകർഷിച്ച് തൻ്റെ മകനെ നമുക്ക് വേണ്ടി കുരുതി കൊടുത്ത് നമ്മളെ തിരികെ ആ തേജസ് നമുക്ക് തരുവാൻ വേണ്ടി നമ്മളെ യേശുക്രിസ്തുവിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 3:18 നമ്മൾ വായിക്കുക. അതിൽ ആരെങ്കിലും ഒന്ന് എടുത്ത് വായിച്ചു തരണം. 2 കൊരിന്ത്യർ 3:18. രൂപാന്തരപ്പെടും. മൂടുപടം മൂടിയ നീങ്ങിയ മുഖം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പഴയ നിയമത്തിലൊരു സംഭവം ഓർമ്മ വരുമായിരിക്കും. മോശ ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി യഹോവയുടെ പർവ്വതത്തിലേക്ക് കടന്നു പോകുന്നു. 40 നാൾ യഹോവയുടെ ഒപ്പം അവിടെ ആയിരിക്കുന്നു. അവിടെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ മോശയുടെ മുഖം തേജസ് കൊണ്ട് മൂടി. അപ്പോൾ ഇവർക്ക് നോക്കാൻ വയ്യാതായി. യഹൂദ മക്കൾക്ക് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ വയ്യാതായെന്നൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ മോശ ഒരു മൂടുപഴമെടുത്ത് എൻ്റെ മുഖം മൂടുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ, ദൈവവുമായിട്ട് 40 നാള് സംസർഗത്തിൽ അല്ലെങ്കിൽ സന്നിധിയിലായിരുന്നപ്പോൾ നാൾക്ക് നാൾ മോശയുടെ തേജസ് വർദ്ധിച്ചു. 40 നാൾ കഴിഞ്ഞപ്പോൾ അതത്ര ഇവർക്ക് നോക്കാൻ കഴിയാത്ത വിധം ആ തേജസ് അങ്ങ് വർദ്ധിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ മോശയ്ക്കുണ്ടായിരുന്ന തേജസ് പഴയ നിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
മോശയ്ക്കുണ്ടായിരുന്ന തേജസ് നിലനിൽക്കുന്നതായിരുന്നില്ല. അത് നാൾക്ക് നാൾ കുറഞ്ഞു കുറഞ്ഞു വന്ന് തേജസ് ഇല്ലാതാകുന്ന തേജസ്സായിരുന്നു മോശയ്ക്ക് ലഭിച്ച തേജസ് എന്ന് പറഞ്ഞു. കാരണം പഴയ നിയമകാലത്ത് ദൈവം ജനങ്ങളുമായി ചേർന്ന് കൂട്ടായ്മ ചെയ്യുന്ന ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ ദൈവം അവരിൽ വസിക്കുന്ന ഒരു വാഗ്ദത്വം ഒന്നും അവർക്ക് കൊടുത്തിട്ടില്ല. അവർക്ക് നിയമവും പ്രമാണങ്ങളും ഒക്കെയാണ് കൊടുത്തിരുന്നത്. അതിനനുസരിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത്. കർത്താവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മയുണ്ട്, ദൈവമായിട്ട് നിരന്തരം നമുക്ക് സമ്പർക്കമുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന തേജസ് നമുക്ക് അങ്ങനെ അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. അതുകൊണ്ടാണ് മോശയ്ക്ക് കിട്ടിയ തേജസ് കുറയുന്നതാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന തേജസ് അത് ദിനം പ്രതി വർദ്ധിക്കുന്ന തേജസ്സാണ്. ഈ ദൈവവുമായിട്ട് കൂട്ടായ്മ, ദൈവവചന ധ്യാനം, ദൈവത്തിൻ്റെ മുഖം നമ്മൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് അതുള്ളത്. അത് വെറുതെ ഇരുന്ന തേജസ്, കിട്ടിയ തേജസ് നിലനിൽക്കത്തില്ല. അങ്ങനെ അതിനുള്ള അവസരം നമുക്ക് അവിടെ ഉണ്ട്. അതാണ് ആ തേജസ്സിൻ്റെ കാര്യം പറഞ്ഞത്. അത് മോശയുടെ തേജസ് കുറയുന്നെന്ന് പറയാൻ കാരണം 2 കൊരിന്ത്യർ 3:7 എഴുതി പറയുന്നുണ്ട്. അത് വായിക്കണമെന്നില്ല, അത് അവിടെ പറയുന്നുണ്ട്. ആ തേജസ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് വായിക്കണ്ട, അത് ആ പഴയ നിയമകാര്യം. എന്നാൽ പുതിയ നിയമകാലത്തേക്ക് വരുമ്പം കൂട്ടായ്മയിൽ ദൈവവുമായിട്ട് നിരന്തര സമ്പർക്കത്തിലായിരിക്കും. നമുക്ക് കിട്ടുന്ന ഒരു തേജസ് ഉണ്ട്. നമ്മുടെ തേജസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെ മനസ്സിലാക്കണം, ഇവൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഇവൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് മനസ്സിലാക്കണം. അതാണ് തേജസ്. ദൈവത്തെ മുഖാമുഖമായി കാണുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവവുമായിട്ട് കൂട്ടായ്മ ചെയ്യുവാനുള്ള കൃപ ലഭിച്ചിട്ട് ബന്ധപ്പെടുവാനുള്ള കൃപ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് തേജസ്സിന്മേൽ തേജസ് നമ്മൾ പ്രാപിക്കുന്നത്. എന്നാൽ ഈ തേജസ് നമുക്ക് വെറുതെ കിട്ടുന്ന സംഭവമൊന്നുമല്ല. മാനസാന്തരപ്പെട്ടതുകൊണ്ട് നമുക്ക് തേജസ് ലഭിക്കത്തില്ല. അതിന് നമ്മുടെ കാഴ്ചപ്പാട് മാറിയെങ്കിൽ മാത്രമേ തേജസ് ലഭിക്കത്തുള്ളൂ. തെറ്റായ കാഴ്ച, ദൈവഹിതത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടോട്ട് നമ്മൾ നടന്നാൽ നമുക്ക് ഒരിക്കലും തേജസ് ലഭിക്കത്തില്ല. അതിന് ഉദാത്തമായ ഒരു സംഭവം പഴയ നിയമത്തിൽ നമുക്കെല്ലാം അറിയാവുന്നൊരു വലിയൊരു സംഭവമുണ്ട്. അതായത് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കി കർത്താവ് യഹോവ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാം, യഹോവ അവരെ വിളിച്ചിറക്കി അവരെ വാഗ്ദത്തത്തേക്ക് അയക്കുന്നു. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നിങ്ങൾ പോകാൻ പറയുന്നു. വഴിയാത്രയിൽ നിങ്ങൾക്ക് ദുർഘടങ്ങളൊക്കെ ഉണ്ടാകും, പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ അതിനൊന്നും പേടിക്കണ്ട, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നൊക്കെ പറയും. എന്നിട്ട് വഴിയാത്രയിൽ ചെങ്കടൽ വിഭാഗിച്ച് അവരെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നു. അതേ ചെങ്കടലിൽ ഈ ഫറവോൻ്റെ സൈന്യത്തെ മുക്കിക്കളയുന്നു. മേഘസ്തവും അഗ്നിത്തൂണുമായിട്ട് യഹോവ തന്നെ അവരുടെ മുമ്പേ വഴികാട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതല്ലാതെ മന്നയും കാടപ്പക്ഷിയും അവർക്ക് കൊടുത്ത് അവരുടെ ഉടനീളം അവരെ പോറ്റുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് പാറയെ പിളർന്ന് പാറയെ അടിച്ച് അരുവി ഉണ്ടാക്കി അവരുടെ ദാഹം തീർക്കുന്നുണ്ട്. അങ്ങനെ അനവധി അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ച് അവരുടെ മുന്നിൽ അവർ സാക്ഷികളാണ്. എന്നാലും അടുത്ത പ്രതിസന്ധി വരുമ്പോൾ അവർ ദൈവത്തെ മറന്ന്, മോശയെ മറന്ന്, ദൈവത്തെ പഴിചാരി മോശയെ ധിക്കരിച്ച് അങ്ങനെ പോയി അവർ ഇതിൻ്റെ കനാൻ ദേശത്തിൻ്റെ പടിവാതിൽക്ക് ഇത് എത്തുന്നുണ്ട് അല്ലേ. ഈ ഭാഗം നമുക്ക് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് അതിൻ്റെ അവസാനത്തെ വാക്യത്തെ നമുക്ക് അതാരിലും ഒന്ന് എടുക്കണം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം. എന്നിട്ട് അവർ കനാൻ ദേശത്തിൻ്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ, അങ്ങനെ അവിടെ എത്തുമ്പോൾ 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതം തിരഞ്ഞെടുത്ത് ചാരന്മാരായിട്ട് അവർ കനാൻ ദേശത്തേക്ക് അയക്കുന്നു. അവിടെ പോയി കാര്യം കണ്ടിട്ട് വരാൻ പറ്റും. അവർ ചെന്നപ്പോൾ ദേശമൊക്കെ വളരെ മനോഹരമാണ്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, മല്ലന്മാരെ കണ്ട് അവർ ഭയപ്പെട്ടു. ആ വാക്യം ഒന്നും വായിക്കണമായിരുന്നു. 33-ാം വാക്യം മാത്രം വായിച്ചാൽ മതി, അവസാനത്തെ വാക്യം. അതെ, മല്ലന്മാരെ കണ്ടപ്പോൾ അവർ ഭയന്നു പോയി. കാര്യം കാഴ്ചയ്ക്ക് അവർക്ക് തോന്നി, മല്ലന്മാരുടെ മുമ്പേ അവർ നിന്നപ്പോൾ അവർക്ക് തോന്നി അവർ വെട്ടുക്കിളികളാണെന്ന്. മല്ലന്മാർക്കും അങ്ങനെ തന്നെ തോന്നി എന്നാണ് പറഞ്ഞത്. അപ്പം അവർ വെട്ടുക്കിളികളായതുകൊണ്ടല്ല അവർ പേടിച്ചത്, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ അവരതിനെ കണ്ടതുകൊണ്ടാണ്. അവർ കാഴ്ചപ്പാടാണ് അവിടെ പ്രശ്നം. അവർ വെട്ടുക്കിളികളല്ല, ഒരിക്കലും അല്ല, അവർ മനുഷ്യരാണ്. അവർക്ക് തന്നെ അവർ തോന്നി വെട്ടുക്കിളികളാണ്.
അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ നമ്മെ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും മറ്റുള്ളവർ നമ്മെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 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 ഒബ്സ്റ്റക്കിളിനെ എത്ര കോൺഫിഡൻസിനോടുകൂടിയാണ് നമ്മളത് അതിനെ അതിനെ എന്ന് പറയുന്ന ഫേസ് ചെയ്യുന്നത്. നമ്മൾ പതറി പോയി കഴിഞ്ഞാൽ നമ്മുടെ എതിരാളികൾ അത് കാണുമ്പം അവർക്ക് ധൈര്യം വരും, അവർക്ക് ബലം വരും, അവർ നമ്മളെ തോൽപ്പിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ കണ്ടപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. അവർക്ക് തോന്നി അവർ വല്ലൻ്റെ മുമ്പിൽ ഒരു വെട്ടുക്കുളിയെ പോലെ ഇച്ചിരിയേ ഉള്ളെന്ന് തോന്നി. അതുകൊണ്ടാണ് അവർ കാഴ്ചപ്പാട് തെറ്റിയുകൊണ്ടാണ് അവർ ഭയന്നത്. എന്നാൽ അവരുടെ കൂടെ വേറെ 2 പേര്, 12 പേര് പോയാൽ 10 പേർക്കേ ഇങ്ങനെ തോന്നിയുള്ളൂ. അവരുടെ കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു, യോശുവയും കാലേബും. യോശുവയ്ക്കും കാലേബിനും ഇങ്ങനെയല്ല തോന്നിയത്, അവരുടെ കാഴ്ചപ്പാട് മറ്റൊന്നായിരുന്നു. അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ റിസൾട്ട് എന്ത് വരുന്നത് നമുക്ക് ഒക്കെ അറിയാം. അപ്പം നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ ഈ ലോക ജീവിതത്തിൽ, ഈ ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ പല മല്ലന്മാരെയും കാണും. പല മല്ലന്മാരെയും നമുക്ക് ഈ ലോകത്ത് നമുക്ക് ഫേസ് ചെയ്തേണ്ടതായിട്ട്. പക്ഷെ നമ്മൾ ഒരു മല്ലനെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ ഈ മല്ലനെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഈ അഖിലാണ്ടത്തിൻ്റെ ദൈവമാണ്, അല്ലെങ്കിൽ സൃഷ്ടിച്ചവനാണ്, സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മുടെ കൂടെ ഉള്ളത്. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ നമ്മൾ, മല്ലെന്ന് പറയുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം വരും. നമ്മുടെ മുൻപിൽ വരുന്ന എന്ത് തടസ്സങ്ങളും നമുക്ക് പ്രതിസന്ധിയായിട്ട് നമ്മൾ തോന്നുന്നത്, വലിയ മലകളെ പോലെ നമുക്ക് തോന്നുന്നത്. അപ്പം അതിനെയൊന്നും നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. അതിനെയൊക്കെ സധൈര്യം നമ്മൾ നേരിടണം. നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഉള്ളിലുള്ള യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഈ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ചു കൊള്ളുമെന്ന് നമ്മൾ വിശ്വസിച്ച് അതിനെ നേരിട്ടാൽ അതിനെയൊക്കെ നമുക്ക് സധൈര്യം നേരിടുവാൻ സാധിക്കും. അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിരിക്കും. അത് വളരെ പ്രാധാന്യമുള്ള, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമായത്. അതിന് പുറമേ ഉള്ള മനുഷ്യൻ്റെ കാര്യമല്ല നമ്മളിവിടെ പറയുന്നത്. മനുഷ്യൻ്റെ നീളമോ വണ്ണമോ ഉയരമോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. അകലമേ ഉള്ള മനുഷ്യനെ നോക്കിയാൽ മതി. നമ്മുടെ ഉള്ളിൽ ഉള്ളത് ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ന്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും ദുഷ്ടാത്മ ശക്തികളോടും ഒക്കെയാന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തുള്ള മനുഷ്യനോടല്ല നമ്മൾ പയറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തെ നമ്മളെല്ലാം വീണ്ടെടുത്തതാണ്. മനുഷ്യരാശി മൊത്തം ദൈവം വീണ്ടെടുത്തതാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു നിഷ്കളങ്കനായ ഒരു കുഞ്ഞ് അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന, മനുഷ്യനായി വരുമ്പോൾ ഉള്ളിൽ വരുന്ന പൈശാചിക ചിന്തകളാണ് നമ്മളെ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കൊക്കെ നടത്തുന്നത്. എല്ലാവരെയും വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ സുപുത്രനെ കുരുതി കൊടുത്ത് നമ്മെല്ലാം വീണ്ടെടുത്തത്, എല്ലാവരെയും വീണ്ടെടുത്തത്. അപ്പം നമ്മൾ ആ വ്യക്തിയോടല്ല നമ്മൾ പോരാടേണ്ടത്, ആ വ്യക്തിയിലുള്ള പൈശാചിക ചിന്തകളോടാണ് നമ്മൾ പോരാടേണ്ടത്. ആ ഉള്ളിലുള്ള ചിന്തകളോടാണ് പോരാടേണ്ടത്. എന്നിട്ട് ആ വ്യക്തിയെ നമ്മൾ ദൈവ വഴിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു കൊലപാതകയാന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചെയ്ത തെറ്റ്, അതിനെ നമ്മൾ ന്യായീകരിക്കുകയല്ല. പക്ഷെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ഉടനെ അതിന് പകരമായിട്ട് പഴയ നിയമകാലത്ത് ചെയ്തിരുന്നവർ കൊല്ലുകയല്ല എൻ്റെ മാർഗം. ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തി ദൈവ വഴിയിലേക്ക് കൊണ്ടുവരിക. അതിനാ പറയുന്നത് നമ്മുടെ പോരാട്ടം ആത്മീയമാണ്, ലൗകികമായ പോരാട്ടമല്ല നമുക്കുള്ളത്. ഒരു മനുഷ്യൻ, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ, അനാക്യം വലിയ മലന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് തോന്നിയതുപോലെ നമുക്ക് തോന്നേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ, ജഡത്തിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മെ ഒരു ആത്മമണ്ഡലം, മുമ്പേ ഞാൻ പറഞ്ഞത്, ഒരു ഉയർന്ന തലത്തിലാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ആത്മമണ്ഡലത്തിലാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ഈ ആത്മമണ്ഡലത്തിൽ നമ്മളെ ആക്കുക എന്ന് പറയുമ്പോൾ, പഴയ കാലത്ത് ജഡികമായിരുന്നു ഇസ്രായേൽ മക്കളെയൊക്കെ, അല്ല എല്ലാവരെയും ആ തലത്തിലായിരുന്നു ദൈവം കൈകാര്യം ചെയ്തിരുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രമാണങ്ങൾ, നിയമങ്ങളൊക്കെ കൊടുത്ത് അതിനനുസരിച്ച് അവർ ജീവിച്ചിരുന്നത്. അപ്പം അവർ ആ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് കഴിയുമ്പോഴേ ഉള്ളൂ അവർക്ക് ശിക്ഷ. അതായത് ഒരു മനുഷ്യൻ ഒരു കൊലപാതകം ചെയ്താൽ അവൻ കുറ്റക്കാരനാകും.
ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്താൽ അവൻ കുറ്റക്കാരനാകും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ കൊലപാതകം ചെയ്യണ്ട, കൊലപാതകം ചെയ്യാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രം മതി, നമ്മളവിടെ കുറ്റക്കാരനായി. വ്യഭിചാരം ചെയ്യണ്ട, വ്യഭിചാരം ചെയ്യുന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ മതി, നമ്മളവിടെ കുറ്റക്കാരാവും. ഇത് ഞാൻ എടുത്തു പറയാനൊരു കാരണം എന്ന് വെച്ചാൽ, ഇന്നത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ബിനോയ് അച്ഛൻ ഇന്നലെയും ബിനോയ് അച്ഛനായിരുന്നു വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് പ്രസംഗിച്ചത്. അപ്പോൾ അച്ഛൻ എല്ലാവരോടായിട്ട് ചോദിച്ചു, പഴയ നിയമത്തിലെ കൽപ്പനകളാണോ പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്ന രാജകീയ കൽപ്പനകളാണോ പ്രമാണിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന്. മിക്കവാറും എല്ലാവരും പിന്നെ ചോദിച്ചു. അത് കുറേ പേര് ഉത്തരം പറഞ്ഞു. മിക്കവാറും എല്ലാവരും പറഞ്ഞത് പഴയ നിയമത്തിലെ കൽപ്പനകൾ പ്രമാണിക്കാനാണ് ഏറ്റവും. ഇന്ന് അത് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, പറയാൻ വഴിയില്ല. ഇന്ന് ആൾ കൂടുതലുള്ളതുകൊണ്ട്. ഇന്നലെ കുറച്ച് പേരെ ഉള്ളായിരുന്നു, 10-60 പേരെ ഉള്ളായിരുന്നു പള്ളിയിൽ. അപ്പം അച്ഛന് കുറെ കൂടെ പേഴ്സണലായിട്ട് എല്ലാവരോടും സംസാരിക്കാമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞപ്പം മിക്കവാറും എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്, പഴയ നിയമത്തിലെ കൽപ്പന. എന്നാൽ അതല്ല. പഴയ നിയമത്തിലെ കൽപ്പനകൾ ഒരു തെറ്റ് ചെയ്താൽ മാത്രമേ ശിക്ഷ കിട്ടത്തുള്ളായിരുന്നു. അത് തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം. എന്നാൽ പുതിയ നിയമത്തിലെ കൽപ്പനകൾ അങ്ങനെയല്ല. തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ കുറ്റക്കാരനാവുകയാണ്. അതാണ് നമ്മുടെ ആത്മീയ തലത്തിൽ നമ്മളെ നിലവാരത്തിൽ അല്ലെങ്കിൽ തലത്തിൽ നിർത്തിയിരിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് വളരെ ഉയർന്നതാണ്. ഭൗതിക തലത്തിൽ അല്ലെങ്കിൽ ലൗകിക തലത്തിൽ നിർത്തിക്കുന്ന സ്റ്റാൻഡേർഡ് അല്ല. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ചിന്തിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞാൽ കറക്റ്റാണ്. പുതിയ നിയമത്തിലെ കൽപ്പനകളാണ് പ്രമാണിപ്പാൻ ഏറ്റവും പ്രയാസം. എന്നാൽ നമ്മൾ ഒരു തലത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളൊരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ രൂപാന്തരത്തിൻ്റെ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് പ്രമാണിക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ഒക്കാത്ത കാര്യങ്ങളൊന്നും ദൈവം നമുക്ക് തരത്തില്ല. നമുക്ക് ചെയ്യാവുന്നതും പ്രവർത്തിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം നമുക്ക് തരത്തുള്ളൂ. പക്ഷെ നമ്മളെല്ലാം ആ തലത്തിലേക്ക് വളരണം. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അത് വരുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരാം. പക്ഷെ അതിൽ നിന്നൊക്കെ വീണ്ടും പാഠം ഉൾക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഞാൻ 40 മിനിറ്റോളമായി ഞാൻ ചിന്ത ചുരുക്കുകയാണ്. അപ്പോൾ ഈ പകൽക്കാലം നമ്മുടെ ചിന്തകൾ ദൈവത്തിൻ്റെ വചനത്തിന് അനുരൂപമാക്കി കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ഒരു 1-2 വചനം കൊണ്ട് പെട്ടെന്ന് നോക്കി നമുക്ക് പോകാം. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 2 Corinthians chapter 10. വേറൊരാള് ഈ മുമ്പ് നമ്മൾ വായിച്ച എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം ഒന്ന് എടുത്തു വെക്കണം. ഒരാള് 2 കൊരിന്ത്യർ 10-3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എടുത്തു വെക്കണം. ഒരാള് എഫേസ്യർ 6-10 മുതൽ. 10-3. നിർത്ത്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ ജഡത്തിലാണ് സഞ്ചരിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജഡത്തിലാണ് സഞ്ചരിക്കുന്നത്, ലോകത്തായിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പോരാട്ടം ജഡത്തിലല്ല. നമ്മുടെ പോരാട്ടം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിച്ചതുമാതിരി ആത്മാവിലാണ് നമ്മുടെ പോരാട്ടം. അടുത്തത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. നമ്മൾ പോരാടുന്നത് ആത്മാവിലായതുകൊണ്ട് ആയുധവും വേറെയാണ്. തോക്കും വടിവാളും ഒന്നുമല്ല നമ്മുടെ ആയുധങ്ങൾ വേറെയാണ്. അത് ആയുധങ്ങൾ ഏതാണെന്ന് അത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ താഴെ. അല്ലല്ല, ഇതിനകത്ത് എഫേസ്യർ 6-10-11 വായിച്ചു. 14 അരയ്ക്ക് സത്യം, അതാണ് ആദ്യത്തെ ആയുധം. സത്യം എന്ന ആയുധം അരയ്ക്ക് കെട്ടിയും, നീതി എന്ന കവചം രണ്ടാമത്തെ ആയുധം,
സുവിശേഷത്തിനുള്ള ഒരുക്കം. സമാധാന സുവിശേഷം ഒരു ചെരുപ്പായിട്ടെന്നാ. ചെരുപ്പ്, കാലിന് ചെരുപ്പെന്നാ. കാലിന് ചെരുപ്പ്. ആ അതെ. ഇതിൻ്റെ ഒക്കെ പുറമെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വിശ്വാസം എന്ന പരിച കൊണ്ട് നമ്മൾ ഇതിനെല്ലാം തടുക്കുവാൻ തക്കവണ്ണം. പിന്നെ 4 ആയുള്ളൂ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. അപ്പൊ 6 അതാണ് ആത്മീയ പോർക്കളത്തിലെ നാം ധരിക്കേണ്ട പടച്ചട്ടകൾ എന്ന് പറയുന്നത്. 6 ഇവിടെ പറഞ്ഞിരിക്കുന്നത്: സത്യം, നീതി, സമാധാന സുവിശേഷം, വിശ്വാസം, രക്ഷ, ദൈവവചനം. ഈ 6 ആയുധങ്ങളുമായിട്ടാണ് നമ്മൾ ആത്മീയ പോരാട്ടം നടത്തേണ്ടത്. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും ദുഷ്ടാത്മ ശക്തികളോടും ഒക്കെയാണ് നമ്മൾ പോരാട്ടം നടത്തേണ്ടത്. ഇനി 5-ാമത്തെ വാക്യം വായിച്ചേ. സങ്കല്പങ്ങളും അതെ. ഇങ്ങനെ ആത്മീയ തലത്തിൽ നമ്മൾ പോരാടുമ്പോൾ നമ്മുടെ അതായത് സങ്കല്പങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധമായ, അതായത് വികൃതമായ നമ്മുടെ കാഴ്ചപ്പാടുകളും ദൈവഹിതത്തിന് വിരുദ്ധമായ നമ്മുടെ ചിന്തകളും ഒക്കെയാണ് ഈ സങ്കല്പങ്ങൾ. എന്നിട്ട് സങ്കല്പങ്ങൾ കഴിഞ്ഞ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്: വിരോധമായി ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയെന്ന് പറഞ്ഞാൽ, അതായത് ദൈവഹിതത്തിന് വിരുദ്ധമായി നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും എല്ലാ ഉയർച്ചകളും നമ്മൾ വേണ്ടാന്ന് വെക്കുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കൂടുതൽ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല, ആരും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. നമ്മുടെ ചിന്തകൾ എത്രയും ക്രിസ്തുവിനോട്, എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തിനെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഇങ്ങനെ നമ്മൾ വികൃതമായ കാഴ്ചപ്പാടുകളും ഉയർച്ചകളും ഒക്കെ വേണ്ടാന്ന് വെച്ച്, നന്മകളൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മുടെ ചിന്തകളെ അത്രയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് വിധേയപ്പെടുത്തി കൊടുക്കുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം, ആലോചിക്കണം. നമ്മുടെ ചിന്തകളൊക്കെ ദൈവഹിതത്തിന് അനുസൃതമാണോ? നമ്മൾ അരുതാത്ത പല ചിന്തകൾ, ദൈവഹിതത്തിന് വിരുദ്ധമായി നമുക്ക് ഒത്തിരി നന്മകളൊക്കെ കിട്ടുന്നില്ലേ? നമ്മൾ പല ഉയർച്ചകളും നമുക്ക് ലഭിക്കുന്നില്ലേ? എന്ത് ഉയർച്ച കിട്ടിയാലും നമ്മളങ്ങ് സ്വീകരിക്കും. പക്ഷെ ദൈവഹിതത്തിന് വിരുദ്ധമാണോ അല്ലയോ നമ്മൾ അത് ശോധന ചെയ്യാറുണ്ടോ? ചെയ്യണം. അങ്ങനെ ദൈവഹിതത്തിന് മുന്നേ നമ്മളങ്ങ് ഭരമേൽപ്പിച്ച് കഴിയുമ്പോൾ ഈ വചനം, നമ്മൾ ഇന്ന് കേട്ട വചനങ്ങൾ അത്രയും നമുക്കൊരു അറിവ്, വെറും ഒരു അറിവല്ല. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ചിലരെങ്കിലും പുതിയതായിട്ട് കേട്ടിട്ടുണ്ടാവും. പലർക്കും ഇതെല്ലാം മുൻകൂട്ടി അറിയാവുന്നതായിരിക്കും. ചിലർക്കെങ്കിലും എന്തെങ്കിലും പുതുതായിട്ട് കിട്ടിക്കാണാം. അതൊക്കെ ഒരു അറിവായിട്ട് വെച്ചേക്കാതെ അതിൽ നമ്മൾ ബലപ്പെട്ട് അതിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കതൊരു അറിവിനപ്പുറം പരിജ്ഞാനവും, പരിജ്ഞാനത്തിനപ്പുറം അതൊരു വെളിപ്പാട് അല്ലെങ്കിൽ ഒരു അനുഭവമായി തീരും. അങ്ങനെ ഒരു ജീവനുള്ള തലത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം. നമ്മൾ ഈ വചനം കേട്ടുപോകും. നമ്മളെല്ലാം ഇഷ്ടംപോലെ മർത്തമക്കാരാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൺവെൻഷനൊക്കെ പങ്കെടുക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറിയില്ല. അപ്പം ഇത് കേട്ടുപോയി ഇങ്ങനെ നമ്മൾ വചനങ്ങളിങ്ങനെ കേട്ടുപോകുകയല്ല. ആര് ദൈവവചനം പറഞ്ഞാലും നമുക്കെല്ലാം എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടാനുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഇവിടെ കൊണ്ടിരുത്തത്തില്ല. ദൈവം നമ്മളെ വചനത്തിന് മുമ്പിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ഒറ്റ മതി. അത് നമ്മുടെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അതൊരു അനുഭവമായിട്ട് നമുക്കങ്ങ് മാറും. പിന്നെ നമുക്ക് അതൊരു അനുഭവമായിട്ട് മാറിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ജീവനുള്ള ഒരു തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇപ്പം ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ പോലെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നമ്മുടെ വിചാരങ്ങളെല്ലാം നമ്മൾ അങ്ങ് പിടിച്ചടക്കും, അങ്ങ് വിട്ടുകൊടുക്കും.
എല്ലാ വിചാരവും ക്രിസ്തുവിലുള്ള അനുസരണത്തിനായിട്ട് നമ്മളങ്ങ് വിധേയപ്പെടുത്തും. അങ്ങനെ നമ്മൾ നമ്മുടെ ഓരോ വിചാരങ്ങളും നമ്മൾ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് വിധേയപ്പെടുത്തുകയാണെങ്കിൽ ദൈവഹിതം എന്തെന്നും അല്ലാത്തതെന്തെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ വിചാരങ്ങളും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് നമ്മളങ്ങ് വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ആദ്യ വചനത്തിൽ നമ്മൾ വായിച്ചെന്താണ്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിനായി നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിനായിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയും. അപ്പം നന്മയും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ വിചാരങ്ങളും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയാണ്, വിധേയപ്പെടുത്തുകയാണ്. നമുക്കിതൊന്നും യാതൊരു പറയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ചതി, മോഹം മുതലായവ വഷളായി പോകുന്ന നമ്മളെ മനുഷ്യനെ അങ്ങ് മാറ്റിവെച്ച് വേണ്ടാന്ന് വെച്ച് ദൈവഹിതത്തിന് നമ്മളങ്ങ് വിട്ടുകൊടുക്കുക, കർത്താവിനങ്ങ് വിട്ടുകൊടുക്കുക. കാരണം കർത്താവിൽ അനുസരണമുള്ളവരായി കർത്താവിൽ പൂർണ്ണമായി വിധേയപ്പെട്ട് നമ്മളങ്ങ് ജീവിക്കുക, അതിന് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ദൈവഹിതം നമ്മുടെ ഉള്ളിൽ നടപ്പിലാകും. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളൊരു ഹൃദയം നമുക്ക് ലഭിക്കും. ദൈവഹിതം എന്തെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ മനസ്സ് പുതുക്കപ്പെട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെല്ലാം വരും. അതുകൊണ്ട് നമുക്ക് ഈ പകൽക്കാലം മനസ്സ് പുതുക്കാം, ദൈവത്തിലേക്ക് തിരിയാം, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാം, ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാം. നമ്മളെ ലോകത്ത് ദൈവം ആക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് പൂർണ്ണമായി നിവർത്തിക്കപ്പെടാം. ബലപ്പെട്ട് വളർന്ന് നമ്മുടെ പുറമേയുള്ള മനുഷ്യനിൽ തെളിഞ്ഞ് ക്രിസ്തുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാനും, പ്രസംഗിച്ചുകൊണ്ട് മാത്രമല്ല നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നത്, സുവിശേഷം നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ പെരുമാറ്റത്തിലൂടെയൊക്കെ നമുക്ക് ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാൻ ഒക്കും. അങ്ങനെ നമുക്ക് ദൈവഹിതം അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഞാൻ നിർത്തുകയാണ്. 50 മിനിറ്റോളമായി. ഈ പകൽക്കാലം ഒന്നിച്ച് കൂടി വരുവാൻ ദൈവം നമുക്ക് തന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വലിയ ശ്രേഷ്ഠമായ ഒരു അവസരം ദൈവം എനിക്കായിട്ട് ഒരുക്കി തന്നല്ലോ. നിങ്ങളോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി ആയിരിക്കാൻ കൃപ തന്നല്ലോ. എന്നെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പാട്ട് പറയുന്ന വരെ പാട്ടിന്റെ ആദ്യ വരികൾ പറയുന്ന പോലെ നമുക്ക് അനേകർക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരട്ടെ. ശുശ്രൂഷ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാം ഏറെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് പ്രകാശിക്കാം, പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് കുതിച്ചിരിക്കുന്നു, പ്രകാശിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം. നമുക്കറിയാമല്ലോ പ്രിയ അജിത്ത് എത്രമാത്രം ദൈവവചനം റെഫർ ചെയ്തു, ഡീറ്റെയിലായിട്ട് സ്റ്റഡി ചെയ്ത് ഇന്ന് ദൈവവചനം പകർന്നു തന്നു. നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ മനോഭാവം, വിട്ടുകളയേണ്ട അനേക കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ശക്തിയോടുകൂടി മാത്രം ജീവിച്ചെങ്കിലേ ഇതിൽ നിന്നൊക്കെ ഒരു ജയം ലഭിക്കുകയുള്ളൂ.
നമുക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്താം, താഴ്മപ്പെടുത്താം. അജിത്ത് പറഞ്ഞതുപോലെ നമ്മൾ ധാരാളം വചനം കേൾക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെ അടൂർ ഭദ്രാസനത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ അവരുടെ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ശേഷം മൂർത്തിവർക്കി അച്ഛൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. 1000 ആണ്ട് വാഴ്ച, സഹസ്രാബ്ദ കാലം. ഇന്നിപ്പം സ്മിത അത് മെൻഷൻ ചെയ്യുകയുണ്ടായി. അത് യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊന്ന് സൗകര്യപ്പെട്ടാൽ കേൾക്കുന്നത് നല്ലതായിരിക്കും. 1000 ആണ്ട് വാഴ്ച, നമ്മൾ എപ്രകാരം ഒരുങ്ങണം, എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പം ഞാൻ അജിത്ത്, നമ്മൾ ഒത്തിരി വചനം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തത് അവിടെ ഇരുന്നപ്പോൾ. ഇച്ചിരിയെങ്കിലുമൊക്കെ നമ്മളെ അത് ടച്ച് ചെയ്യും, ഇച്ചിരിയെങ്കിലുമൊക്കെ. ഇന്നിപ്പോൾ അജിത്ത് പറഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വിട്ടുകളയേണ്ടത്, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഏതെങ്കിലുമൊക്കെ ചെറിയ ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. അജിത്തിനോടുള്ള നന്ദി, സ്നേഹവും അറിയിക്കുന്നു. തുറന്നും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ ദേശത്ത് നിർവഹിക്കത്തക്കവണ്ണം ദൈവം തമ്പുരാൻ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വർഗീസ് ടൈറ്റസ് ക്ലോസിംഗ് പ്രയർ നിർവഹിക്കുന്നതായിരിക്കും. Thank you for the good message by Brother Ajit Varghese. Do not conform to this world, but be transformed by the renewal of your mind, so that we may know what is that good, acceptable, and perfect will of God. And let us run this race with patience, looking unto Jesus, the author and finisher of our faith, who for the joy set before him endured the cross, and is seated at the right hand of God the Father, interceding for us. So what is our hope and joy? Are we not even at his presence at his coming? So, and we have to set our affection on things above, not on things here on earth. We should no more be bothered about what's happening in and around, where there is economic recession or everything is falling down. Because the Lord has said that he will never leave us nor forsake us. Our hope is in heaven, the eternal glory. So we have to always focus on that. And he said that he is always with us. And present your bodies as living sacrifice, wholly acceptable to him. And that is our promise, what is our weight of our glory. And we pray for all the blessings that has taken place today, the intercession prayer, and we pray for the psalm meditation and the worship song, and everything was so beautiful. And it was I could feel the presence of the Lord in this place, where it is said that where 2 or 3 are gathered in your name, I am there in the midst. The Lord was with us today, and we was present and blessing us. And we should never be discouraged, never give up. Live with the hope that you are more than conquerors in Christ Jesus, and be strengthened in the inner man. Though the outward man perish, the inner man is renewed every day. So that is our, we have to grow in the word of God. Just like the bee is getting the honey from the nectar of the flower, we have to get our spiritual strength from the word of God. Meditate on the word of God and read, and daily and prayer and meditation, that will strengthen you. And then only that is your spiritual food, the manna from heaven. We have to feed on that. That is the real food, and the real treasures are in heaven, not here. So we are all the people who are coming, we are going with a blessing from here, and we will be witnesses in the coming week, and we will be filled with the Holy Spirit, filled and sealed with the holy power of God. And we pray for our all blessed leaders, Baby Kutichan and all the leaders who are organizing this. Lord, bless them abundantly. And we ask all these things in the precious name of our Lord and Savior Jesus Christ. Amen. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും, കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനം ഞങ്ങളത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കുന്ന അനുഭവത്തോടുകൂടിയും വചനം ശുശ്രൂഷിച്ച് അവിടുത്തെ കർത്തദാസനോടും ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളോടുകൂടി ഇന്നും എന്നേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ഈ പകൽക്കാലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വരേണം. വരുന്ന ആഴ്ച പ്രിയ കോശി ബ്രദറിൻ്റെ മെസ്സേജ് ആയിരിക്കും. എല്ലാ തേർഡ് സൺഡേയിലും പ്രിയ കോശി ബ്രദറാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്.